ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഈ ലോകത്തിനും ഒരു ദോഷവും ചെയ്യാത്ത 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. 1 പുസ്തകം വായിക്കാം, 2 ഡാൻസ് ചെയ്യാം. ഇന്ന് ഈ വേദിയിലേക്ക് വരുന്നത് ഒരു നർത്തകിയാണ്. ഈ നർത്തകി പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. വേദിയിലേക്ക് വരുന്നു കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ നിന്ന് ഡോക്ടർ പ്രിയ വിജയ്. കടലെടുത്തു പോയെന്ന് കരുതിയ ജീവിതം കാലിൽ ചിലങ്കയണിഞ്ഞ് തിരിച്ചു പിടിച്ച ധീരതയുടെ പ്രതിരൂപമാണ് പ്രിയ വിജേഷ്. തിരയും തീരവുമെന്ന പോലെ ജീവിതവും നൃത്തവും ഒരിക്കലും മാറ്റി നിർത്താനാകാതെ ഒത്തുചേരുകയാണ് പ്രിയയുടെ കാലടികളിൽ. 8 മാസം ഗർഭിണിയായിരിക്കെ ഒരു വാഹനാപകടത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയതമൻ വിജേഷിന്റെ ഓർമ്മകൾ പ്രിയയുടെ ഏകാന്തതയിൽ കൂട്ടിനുണ്ടാകും. മരണം തട്ടിയെടുത്തുവെങ്കിലും അവരുടെ പ്രണയം ഇപ്പോഴും തുടരുന്നു. ACVയുടെ ഫാമിലി ടെലിവിഷൻ ഷോയിൽ ബെസ്റ്റ് കപ്പിൾ പുരസ്കാരം നേടിയ ഈ നിമിഷം വേർപാടിന്റെ ശൂന്യതയിൽ വേദനയുണർത്തുന്ന ഓർമ്മ ചിത്രമാകുന്നു. ഓർമ്മകളുടെ തീരത്തിപ്പോൾ ഈ അമ്മയും മകൾ ഗൗരിയും തനിച്ചാണ്. ഗൗരി ശങ്കരം എന്ന പേരിൽ നൃത്തവിദ്യാലയത്തിനും ഡാൻസ് തെറാപ്പി സെന്ററിനും തുടക്കം കുറിച്ച പ്രിയ വിജേഷ് മകൾ ഗൗരിക്ക് മാത്രമല്ല നിരവധി പേരുടെ ജീവിതത്തിലും നൃത്തച്ചുവടുകളുടെ ആഹ്ലാദം പകരുന്നു. അമ്മ ശാന്തകുമാരിയുടെ മുഖത്ത് മകൾ അനുഭവിച്ച നൊമ്പരങ്ങളുടെ വിഷാദമുണ്ടെങ്കിലും കാലിടറാതെ കാൽച്ചിലങ്കിയണിഞ്ഞ പ്രിയയുടെ യാത്രകളിൽ സംതൃപ്തിയുമുണ്ട്. അച്ഛനെ കാണാതെ പിറന്നു വീണ ഗൗരിക്ക് അമ്മ തന്നെയാണ് എല്ലാം. പ്രിയക്ക് നൃത്തം പോലെ പ്രിയങ്കരമാണ് വിജേഷിന്റെ ഓർമ്മകളുടെ ഈ സൗഭാഗ്യം. സംഗീതജ്ഞനും അടുത്ത സുഹൃത്തുമായ സജിത് ശങ്കർ പ്രിയയ്ക്ക് ഡാൻസ് വീഡിയോകൾ ഒരുക്കാനും മുന്നോട്ടുള്ള ചുവടുവയ്പ്പുകൾക്കും പ്രചോദനത്തിന്റെ സൗഹൃദമാകുന്നു. സ്വയം കാർ ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങണമെന്ന ആഗ്രഹം പോലെ തകർന്നുപോയെന്ന് കരുതിയ ജീവിതം നൃത്തച്ചുവടുകളുടെ കരുത്തിൽ തിരിച്ചു പിടിച്ചതിന്റെ ആത്മവിശ്വാസവുമായി കോഴിക്കോട്ടു നിന്നും 1 കോടിയുടെ വേദിയിലേക്ക് വിജയം കൊയ്യാൻ പ്രിയ വിജേഷ്. ഡാൻസ് തെറാപ്പി അഭ്യസിച്ചിട്ടുള്ള ഏക വനിത അല്ലേ? ഡാൻസ് തെറാപ്പിയിലാണ് ഡോക്ടറേറ്റ് അല്ലേ? ഭരതനാട്യത്തിൽ PG എടുത്തു. എന്താണ് ഈ ഡാൻസ് തെറാപ്പി? നൃത്തത്തിലൂടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സന്തോഷവും സമാധാനവും ഒപ്പം ആരോഗ്യവും ചികിത്സിക്കാൻ പറ്റുമോ ഡാൻസിലൂടെ? തീർച്ചയായിട്ടും. മനസ്സിന്റെയും ശരീരത്തിന്റെയും വൈഷമ്യം അകറ്റാൻ ഡാൻസ് ഉപകരിക്കുമോ? തീർച്ചയായിട്ടും. ഞാനാണ് ഏറ്റവും വലിയ ഉദാഹരണം. സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഡാൻസ് തെറാപ്പി കൊണ്ട് എന്താണ് താങ്കൾ മാറ്റിമറിച്ചത്? ഡാൻസിലൂടെ മാറ്റി തെറാപ്പിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെയാണത് ഡാൻസ് തെറാപ്പി എന്ന ഒരു മേഖലയിലേക്ക് മാറിയത്. ഇതൊരു ഗവേഷണ പ്രബന്ധമാക്കണം, അല്ലെങ്കിൽ ഡാൻസ് തെറാപ്പി ഒരു അക്കാദമിക് ബിരുദത്തിലൂടെ
ജനങ്ങളിൽ കൂടുതൽ പ്രചരിപ്പിക്കണം എന്ന് തോന്നാൻ പ്രിയെ പ്രേരിപ്പിച്ച സംഭവം എന്റെ ജീവിതമാണ്. Yes. ജീവിതം ഒരു കണക്ക് പുസ്തകമായോ? വലിയൊരു തുറന്ന പുസ്തകമായോ? തുറന്നതുമാണ്. ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിലേക്ക് വരാം. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പ്രിയയുടെ ജീവിതത്തിൽ ഉണ്ടായി അല്ലെ. സാധാരണ ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും സംഭവങ്ങൾ പ്രിയയുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊക്കെ പ്രിയ കടക്കാൻ കഴിഞ്ഞത് ഈ ഡാൻസ് പഠനത്തിലൂടെയാണ്. ഡാൻസിലൂടെയാണ്. അപ്പൊ ഇപ്പോഴും നൃത്തം ചെയ്യുന്നുണ്ടോ? നൃത്തം ചെയ്യുന്നതിലൂടെ പ്രായം ചുരുങ്ങി വരുമോ? ചെറുപ്പം കൂടുതൽ നിലനിർത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പഠിക്കണം. പ്രിയ, എനിക്ക് സത്യം പറഞ്ഞാല് ചില കാര്യങ്ങൾ ചെയ്യാത്തതിൽ വിഷമുള്ള ഒരാളാണ്. ഒന്ന്, പാട്ട് പഠിക്കാൻ പറ്റാത്തതിൽ. രണ്ട്, ഡാൻസ് പഠിക്കാൻ പറ്റാത്തതിൽ. കാര്യം ഈ ഡാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ പുരുഷന്മാർ ഡാൻസ് പഠിച്ചാൽ ലേശം ഒരു ഫെമിനൈൻ ഇതുണ്ടാവും എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. അല്ല, എന്റെ ഉള്ള പൗരുഷം പോകുന്നുള്ളതാ. ഒരിക്കലും ഇല്ല. അങ്ങനെ ചിലർ പേടിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പാട്ട് പഠിച്ചാലേ നമുക്ക് ജീവിതത്തിന് ഒരു താളബോധം ഉണ്ടാവും ആൾക്കാർ പറയും. ഇത് രണ്ടും പഠിക്കാൻ പറ്റാത്തതിൽ ഒരു വിഷമുണ്ട്. പ്രിയോട് സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ തീരുമാനിക്കാം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണോ, ഡാൻസ് പഠിക്കണോ. എന്റെ ആദ്യത്തെ മെയിൽ സ്റ്റുഡന്റ് ഒരുപക്ഷെ ശ്രീകണ്ഠൻ നായർ സാർ ആവാം. ഇതുവരെ മെയിലിനെ പഠിപ്പിച്ചിട്ടില്ല. കുട്ടികളുണ്ട്, പക്ഷെ ഡാൻസ് തെറാപ്പിക്ക് വേണ്ടി എന്നെ ഒരുപാട് മെയിൽ ആളുകള് പുരുഷന്മാരായിട്ടുള്ളവര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ലേഡീസ് ഓറിയന്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതൊരു വാർത്തയാവൂ. ഈ ലേഡീസ് മാത്രം പഠിക്കുന്ന ഒരു വനിതാ സ്ഥാപനത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വരുന്നു ആദ്യമായിട്ട്. ഞാൻ റെഡിയാണ് പഠിപ്പിക്കാൻ. റെഡിയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കോവിഡ് കാലമാണ്. താങ്കൾക്ക് താങ്കളുടെ ഊഷ്മാവ് നടക്കാം. ആ സൗന്ദര്യം കണ്ണാടിയിലോട്ടൊന്ന് കാണിച്ചോളൂ. 36.67. പ്രിയ, തെറാപ്പിയോട് അപ്ലൈ ചെയ്തുകൊണ്ട് ഗുണമുണ്ടായി. ഊഷ്മാവ് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനിയിപ്പോ നമുക്ക് കൂടെ ആരൊക്കെയാ പ്രിയയുടെ വന്നിരിക്കുന്നത്? എന്റെ മകളാണ് ഗൗരി. 8th പഠിക്കുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുന്നു. അവള് വെനേറിനി അവിടെ തന്നെ. പരിചയപ്പെട്ടല്ലോ. എന്റെ അമ്മാവന്റെ മകനാണ് അനിയൻ ശ്രീരാജ്. പിന്നുള്ളത് എന്റെ സുഹൃത്താണ്, സിംഗറാണ് സജിത് ശങ്കർ. നമുക്ക് പരിചയപ്പെടാം. ഇത് ഗൗരി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂൾ ഏതാ? വെനേറിനി. മോള് ഡാൻസ് പഠിച്ചോ? ഏതാ പഠിച്ചിരിക്കുന്നത്? ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്, കുച്ചിപ്പുടിയും കഴിഞ്ഞിട്ടുണ്ട്. മോൾക്ക് അവിടെ ഒരു ശത്രു വരാൻ പോകുന്നു ഡാൻസ് പഠിക്കാൻ, ഈ ഉള്ളവൻ. ഓക്കെ. മോളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ പേരെന്തോ? നിവേദ്യ. അമ്മയെ പേടിയുണ്ടോ? കുറച്ച്. അമ്മ മർദ്ദിക്കോ? ഇല്ലല്ലേ. താങ്കൾ? ശ്രീരാജ് പ്രിയയുടെ ആരാണ്? അപ്പൊ താങ്കളോ? സജിത് ശങ്കർ. താങ്കൾ പാട്ടുകാരനാണോ? ഞാൻ ഒരു മ്യൂസീഷ്യനാണ്. പ്രിയ, നമുക്കൊരു കാര്യം ചെയ്യാലോ. സജിത്ത് എന്തായാലും പാടുന്ന ആളല്ലേ. സജിത് ശങ്കർ ഒന്ന് പാടുന്നു. പാടുമ്പോ ഒരു എക്സ്പ്രഷൻ പ്രിയ കൊടുക്കട്ടെ. അപ്പൊ പ്രേക്ഷകർക്ക് തുടക്കത്തിൽ തന്നെ പ്രിയയുടെ ഒരു ഡാൻസ് വൈദഗ്ധ്യം ഒന്ന് മനസ്സിലാവുമല്ലോ. റെഡിയല്ലേ താങ്കൾ? ഓക്കെ, അപ്പൊ താങ്കൾ ഇങ്ങോട്ട് വരാം. ഓക്കെ. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പീലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ, ഒരു പീലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഓക്കെ, താങ്ക് യു സജിത് ശങ്കർ. നന്നായി. അപ്പൊ പ്രിയ നന്നായി. അപ്പൊ താങ്കൾക്ക് മിക്കവാറും എനിക്ക് കോഴിക്കോട് വരെ വരേണ്ടി പണി വരുമെന്ന് തോന്നുന്നു. പ്രിയ, ഈ ഡാൻസ് തെറാപ്പി എന്ന് പറയുന്ന ഈ ഗവേഷണ പ്രബന്ധം ആരുടെ കീഴിലാണ് തയ്യാറാക്കിയത്? ആരായിരുന്നു ഗൈഡ്? ഇവിടെ രാമൻകുട്ടി സാറായിരുന്നു. കേരള കലാമണ്ഡലത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത് ആദ്യം. പിന്നീട് അവിടെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ചില സിറ്റുവേഷൻസ് കാരണം അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡിലീറ്റ് കംപ്ലീറ്റ് ചെയ്തത്. പ്രിയ എത്ര കൊല്ലം ഡാൻസ് പഠിച്ചു?
ഞാൻ ഒരു 3.5 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ പല പല സിറ്റുവേഷൻസ് വന്നപ്പോഴൊക്കെ ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഡാൻസ് നിർത്തി പല സമയത്തും. എനിക്ക് തോന്നുന്നത് താങ്കളുടെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു അല്ലെ? സ്വന്തം വിധിയോട് താങ്കൾ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് താങ്കളുടെ ജീവിതം. താങ്കളുടെ ബയോഡേറ്റയിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. നമുക്ക് എപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി. അതും അകാലത്തിലെ ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ താങ്കൾക്കുണ്ടായി. മാത്രമല്ല എനിക്ക് തോന്നുന്നത് താങ്കളുടെ ജീവിതത്തെ കുറിച്ച് അറിയുമ്പോൾ തന്നെ താങ്കളുടെ അച്ഛനും അമ്മയും രണ്ടു വഴിക്കായി. എന്തായിരുന്നു അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യാൻ കാര്യം? എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് നമുക്കൊരു 3-3.5 വയസ്സാകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ വീട്ടിലാണുള്ളത്, അമ്മാവിന്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കേട്ടറിയുന്നതെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ അച്ഛനെ കാണുന്നേ ഇല്ല. അച്ഛന്റെ പേര് നാരായണൻകുട്ടി മേനോൻ. അപ്പോൾ അച്ഛനിങ്ങനെ പേര് കേട്ടറിവ്, അച്ഛനൊരു വലിയ ഫാമിലിയിലെ മൂത്ത മകനാണെന്ന് എനിക്കറിയാം. അമ്മ ഒരു സാധാരണ നായർ കുടുംബത്തിലെ, അവര് സാമ്പത്തികമായി കുറച്ച് പിന്നോട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അങ്ങനെയാണ് ആ കല്യാണം നടന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതൊരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛന് കേൾക്കുന്നത് മുഴുവൻ ഭീതിജനകമായ കഥകളാ. അച്ഛൻ കുടിച്ചു വരും, നന്നായിട്ട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. അച്ഛൻ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ സാർ. അമ്മയുടെ വീട്ടിൽ താങ്കളെ താമസിപ്പിക്കാൻ കാരണം എന്താണെന്ന്? അച്ഛന്റെ വീട്ടിൽ അച്ഛൻ ജോലിക്കൊന്നും പോവില്ല, കുടിച്ചു വരും. അപ്പൊ അച്ഛന്റെ അനിയന്മാർക്കൊക്കെ അമ്മയൊരു ഫാമിലിയിലുണ്ട്, പക്ഷെ അച്ഛൻ ജോലിക്ക് പോവില്ല. അപ്പം അനിയന്മാരൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അമ്മയ്ക്ക് സ്വമേധയാ തോന്നിയതാണ്. പിന്നെ ഉപദ്രവവും കൂടി, വല്ലാതെ ഉപദ്രവിച്ചപ്പോ അമ്മാവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 6ാം ക്ലാസ് വരെ അങ്ങനെ പോയി സ്മൂത്ത് ആയിട്ട്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് സ്കൂളിലൊക്കെ പോയത്. അമ്മ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടേ. വല്ലപ്പോഴും ഒക്കെ അമ്മയും ഞാനും കൂടി സ്കൂളിലൊക്കെ വിട്ട് വരുന്ന സമയത്ത് വേഗം നടക്കുന്നൊക്കെ പറയും വഴിന്നൊക്കെ. അച്ഛനുണ്ടാവും അവിടെ, വേഗം. അച്ഛൻ കോഴിക്കോട്ടുകാരൻ തന്നെയാണ്. ഭീകര വസ്തുവായിട്ടാണ് അത് അമ്മ അങ്ങനെ പറഞ്ഞു ക്രിയേറ്റ് ചെയ്താണോ അതോ അച്ഛൻ അങ്ങനെ തന്നെയാണ്? അന്ന് എനിക്ക് അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്. ഇത് കാരണം അന്നത്തെ ഒരു കാലത്ത് അമ്മ വീട്ടുകാർ പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ലോകം. അച്ഛനൊരു ഭയങ്കരനാണ്, അച്ഛൻ ഉപദ്രവിക്കും, അല്ലാണ്ട് നന്നായി കുടിക്കും, കണ്ടു കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ പിടിച്ചു കൊണ്ടുപോകും, പിന്നെ അമ്മയ്ക്ക് നിന്നെ കിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലാണ് അന്നത്തെ എന്റെ മനസ്സിൽ എനിക്ക് ഇവർ തന്നുകൊണ്ടിരുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ എന്റെ ഒരു 6ാം ക്ലാസ് വരെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. 6ാം ക്ലാസ് എത്തിയ സമയത്ത് പെട്ടെന്ന് അച്ഛൻ്റെ ഒരു കത്ത് വരികയാണ്. അത് വരുന്നത് ഋഷികേശ് എന്നാണ് അച്ഛന്റെ കത്ത് വരുന്നത്. അപ്പൊ അച്ഛൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ആദ്യമേ അച്ഛന് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അന്നത്തെ കാലത്തിന് അച്ഛൻ PG ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. അതിൽ എനിക്ക് എന്റെ മകളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു കത്ത് വരുന്നത്, എൻ്റെ ഒരു ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ശേഷം അത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതിന്റെ ശേഷം അച്ഛമ്മയും അച്ഛന്റെ വീട്ടിലെ കുറച്ച് പേരും കൂടി അമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് അവര് പറയണു അച്ഛൻ നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്, ഇപ്പൊ സ്വഭാവമൊക്കെ മാറി, അച്ഛൻ സന്യാസം കുറച്ചു കാലം അതൊക്കെ ആയിരുന്നു, അപ്പൊ വീണ്ടും ഇനി പോയി കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ പറയണം. അപ്പൊ വീട്ടിലുള്ള അമ്മാവനും അമ്മായിയൊക്കെ ഉണ്ട്. പലരും പറഞ്ഞു നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പം പുള്ളിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും. അതെ, പക്ഷെ ഒരു 11 കാര്യം സംബന്ധിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു വെച്ചാൽ അപ്പൊ അച്ഛന്റെ കൂടെ മാറി താമസിക്കാമെന്നൊക്കെ ഞാൻ അച്ഛൻ എപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ അച്ഛൻ ജോലിക്ക് വരും, എനിക്ക് കുറെ കുപ്പിയിൽ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും, ഒറ്റയ്ക്ക് എപ്പോ വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാം. അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു. ഞാൻ ഏക മകളാ. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പിന്നെ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞ അച്ഛൻ വരട്ടെ പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛൻ ആദ്യമായിട്ട് ഞാൻ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഇതുപോലെ കാണുകയാണ് അടുത്തുനിന്ന്. ആദ്യമായിട്ട് കാണുന്നു ആദ്യമായിട്ട്. എത്രാമത്തെ വയസ്സിലത്? 11 വയസ്സ് തികഞ്ഞപ്പോഴാണ് അച്ഛനെ കാണുന്നത്. വന്നു, അച്ഛനെ കണ്ടു, അച്ഛൻ സംസാരിച്ചു. സംസാരം എനിക്ക് അതുവരെ, എന്റെ അമ്മാവൻ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ അമ്മാവന്റെ കൂടെയാണ് എനിക്ക് അത്ര കാലം എന്റെ ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ടായി. എന്റെ അമ്മാവൻ എന്നെ നോക്കിയതൊക്കെ. അപ്പം അച്ഛനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലാണ് നമ്മള്. അപ്പൊ ഇവര് പറഞ്ഞു ഇനി ഇവിടെ തന്നെ. അമ്മയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ മനസ്സിൽ പേടി കാണും, പണ്ടത്തെ ഏട്ടൻ്റെതായ സ്വഭാവം തന്നെ. പക്ഷെ ഇവര് പറഞ്ഞു ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ വീണ്ടും ഇനി കുടിച്ചു പഴയ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം വരണമെങ്കിൽ നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സ്ഥലം, രാമനാട്ടുകര, അതൊരു സാധാരണ സ്ഥലമായിരുന്നു, അവിടെ മേടിച്ചൊരു കുത്തിമറിച്ച് ചെറിയൊരു കുടിലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. ആ ദിവസമൊക്കെ ഞാൻ ഇന്നും ഒരുപാട് സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് ആ ഒരു ദിവസം. അപ്പൊ നമ്മൾ വീട് ചെറിയ ഓല വീടാണ്, അവിടേക്ക് മണ്ണെണ്ണ വിളക്കൊക്കെ വേണമല്ലോ, ഇത് മേടിക്കാൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ പോയി മേടിച്ചു വരാന്നൊക്കെ പറഞ്ഞു. ഞാനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, എന്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാ. അപ്പൊ അച്ഛൻ പറയണു എന്നാ മോളെ നമുക്ക് രണ്ടാക്കും കൂടി പോയി വരാൻ പറയണു. അപ്പൊ എന്റെ കൈയൊക്കെ പിടിച്ച് അച്ഛൻ ഇങ്ങനെ രാമനാട്ടിലേക്ക് പോയി. എനിക്ക് ഭയങ്കര ത്രില്ല, അച്ഛന്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് പോവാ. അച്ഛൻ ഒരുപാട് കഥകളും പറഞ്ഞു തരാനുണ്ട്. അച്ഛൻ ഋഷികേശിലെ സന്യാസിമാരും, അച്ഛനിൽ നിന്നാണ് എനിക്ക് എന്റെ സംസാരിക്കാനുള്ള കഴിവ് വരെ എന്റെ അച്ഛന്റെയാണ്. അച്ഛൻ ഒരുപാട് സംസാരിച്ചു എന്നോട് പല കാര്യങ്ങളും. അപ്പൊ എനിക്ക് ഭയങ്കര ആൻസറി, ഇവിടുന്ന് അങ്ങോട്ട് എന്റെ ലൈഫിന് ഒരു രക്ഷയില്ലാതെ പോകുന്നു. യെസ്, മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കാൻ ആരംഭിച്ചു. വളരെ കുറച്ച് ദിവസമേ ആ ജീവിതം അങ്ങനെ പോയുള്ളൂ. ഞാനിങ്ങനെ വേദനയോട് കൂടി തിരിച്ചറിയാണ് ദിവസങ്ങൾ പോകുന്തോറും എന്റെ അച്ഛന് എന്നെ ഒരു മകളായി മാത്രം കാണാൻ സാധിക്കില്ല. ഇന്നത്തെ ഒരു സമയത്ത് നമ്മളിപ്പോൾ അത് പറഞ്ഞാൽ അത് വലിയൊരു പുതുമയല്ല. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാട് കേൾക്കുന്നുണ്ടെന്ന്, അത് കേൾക്കാൻ ആളുണ്ടെന്ന്.
അന്നത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മാവന്റെ കൈകളിൽ എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. എൻ്റെ അമ്മാവൻ എന്ത് വലിയൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ആ സെക്കൻഡിൽ ഞാൻ തിരിച്ചറിയണം. അല്ല, പ്രിയയ്ക്ക് അച്ഛനിൽ നിന്ന് മോശമായ പെരുമാറ്റങ്ങൾ അച്ഛനൊരു വേറെ മെന്റാലിറ്റിയാണ്. അച്ഛന് വളരെ കുറെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടാവും. വളരെ വിശാലമായുള്ള കാര്യങ്ങൾ. എനിക്ക് ജ്ഞാനപ്പാനൊക്കെ പാടി തന്നത് അച്ഛനാ. എല്ലാം പറഞ്ഞു തരാനുണ്ടാവും. പക്ഷെ അച്ഛന് ഞാനൊരു സ്ത്രീയാണ്. അങ്ങനെയായിരുന്നു അച്ഛൻ കണ്ടത്. യെസ്, അതെനിക്ക് പറയാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല അന്ന്. ഇന്നും ഞാനിത് പറയുമ്പോൾ നെറ്റിച്ചു വിളിക്കുന്ന ആളുകളുണ്ട്. അയ്യോ എന്തിന്? അപ്പൊ ഞാൻ ഇത് ഞാൻ അനുഭവിച്ചതാണ്. ഈ കാര്യം പ്രിയ എപ്പോഴെങ്കിലും അമ്മയോട് സൂചിപ്പിച്ചു അച്ഛനിൽ നിന്ന് മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും? സൂചിപ്പിച്ചു. അമ്മയോട് അമ്മയുടെ ഒരു പ്രതികരണം അത് എങ്ങനെയായിരുന്നു? സാർ ഇന്നത്തെ പോലെ നമുക്ക് ഇങ്ങനെ ബോൾഡ് ഇപ്പൊ എന്റെ മകൾക്ക് എന്നോട് പറയാവുന്ന പോലെ അമ്മ അച്ഛൻ എന്നോട് ഇങ്ങനെ എന്നെ അനാവശ്യമായിട്ട് എന്നെ ഇങ്ങനെ തൊടുന്നുണ്ട് അല്ലെ, അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ള അച്ഛൻ എന്തൊക്കെ നമുക്കിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറയാനുള്ള ധൈര്യമേ എന്നുള്ളൂ. അതൊരു അമ്മയ്ക്ക് മനസ്സിലാക്കേണ്ടതാണ് അമ്മ. പക്ഷെ അമ്മ എന്തുകൊണ്ട് അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല? എനിക്ക് ചീത്തയൊക്കെ ഉണ്ടായിരുന്നു. നിന്റെ തോന്നലാണെന്നുള്ള പോലെയാണ് എനിക്ക് കേട്ടോണ്ടിരുന്നത് തുടക്കത്തിലൊക്കെ. പിന്നീട് എനിക്ക് ആരോടും ഇത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ ഫിസിക്കലി മെന്റലി ആകെ ഞാനിങ്ങനെ ചുരുങ്ങി. അന്നത്തെ എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. അച്ഛൻ പണിക്ക് പോകാണ്ടായി, വീണ്ടും കുടിയായി, അമ്മ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങേണ്ട അവസ്ഥ വന്നു. ആകെ ഡൗൺ ആയി. ഞാന് സ്കൂളിലൊക്കെ പോകുമ്പം എന്താ പറയാ, ഞാൻ ഡാൻസ് 3.5 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ടായിരുന്നു. അമ്മ അവിടെ അടുത്ത് തന്നെ ഒരു മാസ്റ്റർ അടുത്ത് വിട്ട് പഠിപ്പിക്കുന്നു, ചെറിയ ഫീസിലൊരു സ്ഥലത്ത്. പക്ഷെ എനിക്ക് ഡാൻസ് പരിപാടിയിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടേ ഒരു +2 വരെ. യഥാർത്ഥത്തിൽ അച്ഛൻ വീണ്ടും മദ്യപാനത്തിലേക്ക് മടങ്ങി അല്ലേ? താങ്കളുള്ള ശല്യം കൂടി വന്നോ കുറഞ്ഞു വന്നോ? അച്ഛൻ മദ്യപിക്കണം എന്നില്ല എന്നെ ശല്യം ചെയ്യാൻ. അങ്ങനെയായിരുന്നു. അല്ലാണ്ട് കുടിച്ചു വന്ന് നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. പക്ഷെ അച്ഛന് എല്ലാ സ്ത്രീകളും എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് മകളും. ഭയങ്കര സോഷ്യലാണ് ആ കാര്യത്തിൽ. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ല അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ. അന്നൊക്കെ യഥാർത്ഥത്തിൽ വളരെ അപൂർവമായ ഒരു സംഭവം. ഇന്നിപ്പോ പല വീടുകളിൽ നിന്നും ഇങ്ങനെയുള്ള പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ തീർച്ചയായിട്ടും സാഹചര്യം. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും ആൾക്കാർ പുറത്തു പറയാനും മടിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഇങ്ങനെ പറയാറ്? അതാണ് സർ പറഞ്ഞു വന്നത്. ഞാൻ സ്കൂളിൽ പ്രസംഗ മത്സരത്തിന് സ്ഥിരമായിട്ട് നിൽക്കും. പ്രസംഗം, മിമിക്രി, മോണാക്ട്, കഥാപ്രസംഗം എനിക്ക് പറ്റാവുന്ന എല്ലാത്തിനും ഞാൻ കയറി നിൽക്കും. അപ്പൊ പ്രസംഗത്തിന് ഓൾവേസ് ഞാൻ ഫസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ടീച്ചേഴ്സിന് എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേന വരാൻ തുടങ്ങി സ്കൂളിൽ നിന്ന്. ഞാൻ അന്ന് 10th പഠിക്കുമ്പോൾ നെഞ്ചുവേന, കലശലായിട്ട് നെഞ്ചുവേന ക്ലാസ്സിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കും. ഞാൻ വളരെ അരണ്ടിരിക്കുന്ന ഒരു സാധാരണ കുട്ടിയായിരുന്നു. വളരെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞപ്പോൾ ടീച്ചേഴ്സിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി. അല്ലെ, അമ്മിണി ടീച്ചറുടെ പേര് സ്നേഹപൂർവ്വം പറയണം, അമ്മിണി ടീച്ചർ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പരീക്ഷാ ഫീസ് വരെ സ്കൂളിലെ ക്ലാസ്സിലെ കുട്ടികൾ പിരിച്ചിട്ടാണ് കൊടുക്കാറുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ട് തന്നെ അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പൊ ഇവർക്കതൊരു ചളിപ്പൊന്നും ഇല്ല കേട്ടോ. അച്ഛനോ അമ്മയ്ക്കോ അതിലൊരു നാണക്കേടോ ചളിപ്പോ ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടികൾ പിരിച്ചു കൊടുത്തു പറഞ്ഞാൽ ആണോ, അത്രേ ഉള്ളൂ. അപ്പൊ ടീച്ചർ എന്നെ അവിടെ വേണുഗോപാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ സാർ പറഞ്ഞു, ഈ കുട്ടിക്ക് ശരിക്കും ഫിസിക്കലി അല്ല പ്രശ്നം, മെന്റലി ആണ് പ്രശ്നം, അവരുടെ പാരന്റ്സിനെ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മിണി ടീച്ചറും എന്റെ കണക്ക് ടീച്ചർ സരസ്വതി ടീച്ചറും കൂടി അമ്മയെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവർ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അമ്മ പറയുന്നത്. ഇങ്ങനെ കുടിയൊക്കെ ഉണ്ട്, അമ്മ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അത്രയും ഓർമ്മയില്ല. പക്ഷെ ടീച്ചേഴ്സ് അങ്ങോട്ട് പറഞ്ഞു, ആ കുട്ടി പറയുന്നത് ശരിയായിരിക്കാം, നിങ്ങൾ ഒട്ടും ഇനി ആമാന്തിക്കരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വനിതാ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആവണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് ജീവനോടെ കിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് എന്റെ ലൈഫിൽ ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെ കാരണം. ഒരുപക്ഷെ അതായിരിക്കാം ആ ടീച്ചേഴ്സ്. അല്ല, അതിൽ നിന്ന് പ്രിയ തീരുമാനിച്ചെന്തായിരുന്നു? കാര്യം അച്ഛനിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാത്ത ദ്രോഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ചെറിയ കുട്ടിയാണ്, ഒരുപാട് ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടാവില്ല. പ്രിയ എന്നാലും അന്ന് ആലോചിച്ചെന്തായിരുന്നു? ഇന്നും ഇപ്പൊ സാറിന്റെ ഈ ഷോയിൽ ഞാൻ ഈ പറയുന്നവരെ ഒരുപാട് പേരുടെ വിചാരം, ഒരുപാട് പേര് കരുതിയിരിക്കുന്നത് ഞാൻ അച്ഛന്റെ കുടി കൊണ്ട് മാത്രമാണ് അച്ഛനെ അമ്മ ഡിവോഴ്സ് ചെയ്തത് എന്നുള്ളതാണ്. കാരണം ഇക്കാര്യം എല്ലാവർക്കും എപ്പോഴും ഒന്ന് താഴ്ത്തി വെക്കാനാണ് താല്പര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞാൽ കൂടി അങ്ങനെയാണ് ഒരുപാട് പേര്. അപ്പൊ അതോടെ അമ്മ തീരുമാനിച്ചു വിവാഹമോചനം, അതല്ലാതെ വഴിയില്ല. അപ്പൊ അച്ഛൻ എതിർത്തു അതിനെ? ഞങ്ങളുടെ വീട് അച്ഛൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിന് ഞങ്ങൾ തുനിഞ്ഞ സമയത്ത് എന്റെ SLCയുടെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനവും അതില് കത്തിപ്പോയി. അമ്മ നഴ്സിംഗ് കഴിഞ്ഞതായിരുന്നു, പ്രൈവറ്റ് നഴ്സിംഗ്. അതിന്റെ സർട്ടിഫിക്കറ്റ് കത്തിപ്പോയി. എല്ലാം വീട് ഞാൻ പറഞ്ഞല്ലോ, ഓല വീടായിരുന്നു, കംപ്ലീറ്റ് അച്ഛൻ കത്തിച്ചു നശിപ്പിച്ചു. അതിനുശേഷം അച്ഛനെ അമ്മ ഡിവോഴ്സിന് കൊടുത്ത് ഡിവോഴ്സ്ഡ് ആയിട്ടും അച്ഛന്റെ ശല്യം അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞ നിയമപരമായിട്ട് വിവാഹമോചനം തേടിയതിനു ശേഷം ശല്യം കൂടി വന്നു. വഴിയിലൊക്കെ നമ്മൾ അച്ഛനെ കാണുമായിരുന്നു, അച്ഛൻ കുടിച്ചിട്ട് നിൽക്കുന്നതും. കാരണം 10 വയസ്സ്. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ. എപ്പോഴും നമുക്ക് എന്താണ് പുറത്തുനിന്ന് ഫീൽ ചെയ്യാന്നറിയില്ല. ഇതിനു മുമ്പ് പണ്ടൊരു പ്രാവശ്യം അമ്മാവനെ അച്ഛൻ കുത്താൻ വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര കാലം അദ്ദേഹം ജീവിച്ചിരുന്നു? പിന്നീട് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. ഇപ്പോഴും ഉണ്ടാവാം അല്ലേ? കാരണം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ടായിരിക്കണം. നമുക്കിനി മത്സരത്തിലേക്ക് കൂടി ഒന്ന് കിടക്കാം. താങ്കളെ എനിക്കൊന്ന് താങ്കളുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ നമുക്ക് പല ആളുകളെ നമ്മൾ അടുത്തറിയുമ്പോഴില്ലേ അവരൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ അനുഭവങ്ങളുടെ തീപ്പൊള്ളലുകൾ ഉണ്ടായിട്ട് അതിലൂടെ കടന്നു വന്നതാണ്. അപ്പൊ എന്തായാലും പ്രിയ യഥാർത്ഥത്തിൽ ഒരു ഡാൻസ് തെറാപ്പി എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ
അതും കേരളത്തിലെ ഏക വനിതയായിട്ട് മാറുമ്പോൾ അതിൽ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇനി വിജ്ഞാനത്തിന്റെ വേദിയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പൊ ഇവിടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയക്ക് 2 വഴിയുണ്ട്. അന്ന് അമ്മയ്ക്ക് ഡിവോഴ്സ് എന്നുള്ള ഒരു വഴി ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ മകൾക്ക് 2 വഴിയുണ്ട്. ഒന്നുകിൽ 10 ചോദ്യങ്ങളിലൂടെ നമുക്ക് 1 കോടിയിൽ കിടക്കാം. നമുക്ക് 20 ചോദ്യങ്ങളോട് കിടക്കാം. മതിയോ? മതി. അപ്പൊ നമുക്ക് ചാടിക്കറി 1 കോടി പോകണ്ടേ? 20 ചോദ്യം. എനിക്ക് സാറിനോട് കുറെ സംസാരിക്കാനുണ്ട്. എനിക്കും കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊരു മത്സര വേദിയാണ്. 20 ചോദ്യങ്ങൾ മതി. 20 ചോദ്യങ്ങൾ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 10,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ 2 പിടിവെള്ളി കുട്ടേട്ടൻ തരും, 1 പിടിവെള്ളി നമ്മുടെ ഗൗരിയും, അല്ലെ, ഗൗരിയും പിന്നെ സജിത്തും പാട്ടുകാരനൊക്കെയാണ്. അപ്പൊ താങ്കൾക്കും സഹായിക്കാം. 1 പിടിവെള്ളി. പിടിവെള്ളി പൊട്ടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാ. വള്ളി പൊട്ടുവോ? ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇങ്കർ മോണിറ്റർ. പ്രിയ, ഞാൻ പലരോടും ഒരു കാര്യം ചോദിച്ചു. ഇതൊരു റോബോട്ടാണ്, ഈ മോണിറ്റർ കൊണ്ടുവരുന്ന ഈ ആള് കേട്ടോ. ഈ റോബോട്ട് വരുന്നതിന് ഒരു ഡാൻസ് നമ്പർ ഉണ്ട്, ഒരു നൃത്ത ഫോമിലാ വരുന്നത്. അപ്പൊ പ്രിയ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കേട്ടോ ഈ റോബോട്ട് വരുന്ന വഴി ഒന്ന് കാണിക്കണം, നോക്കി പഠിച്ചോണം അതെങ്ങനെയാണെന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 10,000 രൂപയുടെ ചോദ്യമാണ്. 100ന്റെ 100% എത്രയാണ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 1000, ഓപ്ഷൻ ഇ 10,000. 100ന്റെ 100%. എന്റെ കണക്കുകൂട്ടലുകളൊന്നും പിഴക്കാറില്ലെന്നാണോ? പിഴച്ചിട്ടില്ല എന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിഴയ്ക്കുമെന്ന് അറിഞ്ഞൂടെ? 100. ഉറപ്പാണോ? ഉറപ്പാണോ? ഓക്കെ. താങ്കള് കണക്ക് അവിടെ വരെ പഠിച്ചു? +2 വരെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. താങ്കൾ പറഞ്ഞ ഉത്തരം 100. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി 100. കൂട്ടോ? കൂട്ടിക്കോ സർ. യെസ്. കൂട്ടിയാ തറ വീഴുവോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ് സർ. ഉറപ്പാണോ? യെസ്. ഉറപ്പാണെങ്കിൽ ഉത്തരം ശരിയാണ്. 100ന്റെ 100% 100 തന്നെയാണ്. ഡിവോഴ്സ് ചെയ്തു, പക്ഷെ അച്ഛന്റെ അക്രമം കൂടി വന്നു. പോലീസ് സംവിധാനം ഒന്നും ഉപയോഗിച്ചില്ലേ? അപ്പോ അച്ഛൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുമൊന്നും ഉണ്ടായിരുന്നില്ല. വന്നിട്ടുണ്ട് 1-2 വട്ടമൊക്കെ. അല്ലാതെ നമ്മൾ പക്ഷെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അമ്മയുടെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു? അമ്മയ്ക്ക് അച്ഛൻ ഉപദ്രവിക്കോ എന്നുള്ളതായിരുന്നു പേടി. വല്ലതും അക്രമം ചെയ്യോ, നമ്മളെ കൊല്ലാനും മടിക്കാത്ത, അങ്ങനെയൊക്കെയാണ് അമ്മ പറയുക. എനിക്കറിഞ്ഞൂടാ, അമ്മയുടെ അനുഭവമായിരിക്കാം. അമ്മയ്ക്ക് അങ്ങനെ ഒരു പേടിയായിരുന്നു. പ്രിയയ്ക്ക് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ഒരു മനുഷ്യന് ദുരിതം മാത്രം ആരും സമ്മാനിക്കില്ലല്ലോ. പ്രകൃതിയും ജീവിതവും ഒന്നും അങ്ങനെ തരത്തില്ല. അപ്പൊ പ്രിയയുടെ ജീവിതത്തിലേക്ക് ഒരു ആഹ്ലാദം കടന്നു വന്നു എന്ന തോന്നലുണ്ടായത് എപ്പോഴാണ്? അതിനു മുമ്പ് എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ തന്നെ ഒരു വാൽക്കഷ്ണം കൂടി ചേർക്കാനുണ്ട്. എനിക്ക് എന്റെ അച്ഛൻ എന്റെ അമ്മേനെയും അച്ഛനെയും ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ആ ജീൻ ഉൾപ്പെടെ എല്ലാ കാര്യവും എന്റെ അച്ഛൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗുണങ്ങളെല്ലാം എന്റെ അച്ഛന്റെയാണ്. അപ്പൊ ഇന്നും എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നോട് എത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തായാലും എന്റെ അച്ഛൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും എന്റെ കൂടെ നിർത്താൻ എനിക്ക് ധൈര്യമില്ല. എവിടെയെങ്കിലും നിർത്തി എന്റെ അമ്മയെ നോക്കുന്ന പോലെ എന്റെ അച്ഛനെയും നോക്കാൻ ഞാൻ ഓക്കെയാണ്. കൂടെ നിർത്താൻ താങ്കൾക്ക് ഇപ്പോഴും ധൈര്യം? എന്റെ മോളെ വെച്ചൊരു പരീക്ഷണത്തിന് എനിക്ക് ധൈര്യം. മാത്രമല്ല, ഇന്ന് ഞാൻ പ്രതികരിക്കും. അയാളെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ നോക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റ മോളാണല്ലോ, അതെന്റെ കടമയാണ്. അച്ഛനോട് പൊറുക്കാൻ പറ്റുന്ന ഒരു മനസ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. എവിടെയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോന്നിനോരോ സിംറ്റം ഉണ്ടല്ലോ. നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് തിരിച്ചറിയാനും ഒരു സിംറ്റം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരു കാര്യം, താങ്കളുടെ ജീവിതത്തിലേക്ക് ഒരു ആഹ്ലാദത്തിന്റെ അല വന്നു വീണത് എന്നാണ്? 2004 എന്റെ കല്യാണം. അതാണ് ആഹ്ലാദത്തിന്റെ ആദ്യത്തെ കല്യാണം. എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർ തന്നെ പക്ഷെ കഴിച്ചു എന്നതാണ്. എനിക്ക് അറിയാവുന്ന എന്റെ നൈബർ ആയിരുന്നു. ഈ പ്രണയം എത്ര കാലം പോയി? പ്രണയം ഏകദേശം 5-6 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ രാമനാട്ടുകരയ്ക്ക് മാറി താമസിച്ചപ്പോ മുതൽ അറിയാവുന്ന വ്യക്തിയായിരുന്നു വിജേഷ്. എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അദ്ദേഹം. അയൽവാസിയാണ്. പക്ഷേ അയൽവാസിയെ കാണുന്നതല്ലാതെ അന്ന് പ്രണയിച്ചിരുന്നില്ല? ഒരിക്കലും ഇല്ല. പ്രണയം ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം വീണ് വന്നത്? അതൊരു നല്ല തീരുമാനമായിരുന്നു ലൈഫിലെ. അതെ. എന്റെ എല്ലാ കാര്യങ്ങളും കൺമുമ്പിൽ കണ്ടൊരു വ്യക്തിയാണ് വിജേഷ്. എപ്പോഴാണ് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടത്? 2008 4 കൊല്ലമേ ഉണ്ടായിരുന്നു. 4 കൊല്ലവും 1 ദിവസവും ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായത്. ഓ, അത് ശരി. എന്തായിരുന്നു ഭർത്താവിന് സംഭവിച്ചത്? കാർ ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് മരിച്ചു. എവിടെ വെച്ച്? അത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. പുള്ളി തനിച്ച് വണ്ടി ഓടിക്കായിരുന്നു? അല്ലല്ല, പുള്ളി ഒരു വർക്കിന് വേണ്ടി പോയതാണ്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആണ്. ഒരു വർക്കിന് വേണ്ടി പോയപ്പോ കാർ മറിഞ്ഞതാണ്. പുള്ളി രക്ഷപ്പെടാനായിരിക്കണം, ആർക്കും ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷെ പുള്ളി ഡോർ തുറന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. പുള്ളി മാത്രം പുറത്തേക്ക് തെറിച്ചു വീണു, മരണപ്പെട്ടു. അപ്പൊ മോൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മോള് കാരിങ് ആയിരുന്നു, 8 മാസം. ഓ, അത് ശരി. താങ്കൾ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് മരിച്ചു അല്ലേ?
പിന്നെ താങ്കൾ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല, ഇല്ല, എന്തുകൊണ്ട്? ഞാൻ 2004 കല്യാണം കഴിച്ച്. അപ്പൊ സാറിനോട് അല്ല, പണ്ട് ഞാൻ- പറഞ്ഞ പോലെ അന്ന് അച്ഛന്റെ കൂടെ പോകുമ്പോണ്ടായ അതേ ഒരു നമുക്ക് സ്വപ്നം വീണ്ടും വരികയാണ്. ഇനി എന്റെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആണ്, വീണ്ടും ഒരാൾ വന്നു, ഇനി ഞാൻ പിന്നിൽ നിന്നാ മതി, ആളുണ്ടല്ലോ മുന്നിൽ എന്നുള്ളൊരു തോന്നല് വീണ്ടും ഞാൻ ഇങ്ങനെ ജീവിതം ആഘോഷിച്ചു. ഞങ്ങൾ ആ സമയത്ത് ഒരു ആദ്യത്തെ കപ്പിൾ റിയാലിറ്റി ഷോ, അത് ACV-ലായിരുന്നു, പെർഫെക്റ്റ് കപ്പിൾ. അപ്പൊ അതിൽ ഞങ്ങൾ പോയി പങ്കെടുത്തു. അന്ന് എനിക്ക് ഞാൻ കാര്യം പെർഫെക്റ്റ് കപ്പിൾ ആയിരുന്നു. ഞങ്ങളായിരുന്നു അതിൽ വിന്നേഴ്സ്. അത് കഴിഞ്ഞ് വിന്നറായി. യെസ്, ഫിനാലെ കഴിഞ്ഞ് എത്തിയ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്, മരിച്ചുപോയത്. അല്ലേ? താങ്കൾ ഏറ്റവും സന്തോഷിച്ച് ഈ പുരസ്കാരമൊക്കെ വാങ്ങിച്ച് അല്ലേ? തിരുവനന്തപുരത്തായിരുന്നോ ഷൂട്ടിംഗ് കഴിഞ്ഞ് കോഴിക്കോട് എത്തുമ്പോൾ ഈ മരണം സംഭവിച്ചു അല്ലേ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന കൂടെ നമുക്ക് തുണയായി വന്നയാൾ ഇല്ലാതായ ഒരു അവസ്ഥ. അപ്പൊ താങ്കൾ എങ്ങനെ നേരിട്ടു? അതെനിക്ക് നേരിടാൻ പറ്റിയില്ല, അതാണ്. ബാക്കിയെല്ലാം ഞാൻ നേരിട്ട് വന്നു. പക്ഷെ ഈ ഒരു ഷോക്ക് ഇത് വീണ്ടും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് എനിക്ക് ഒട്ടും എന്താന്ന് അറിഞ്ഞൂടെ. എനിക്ക് ആ 2 വർഷം, താങ്കൾക്ക് എന്താ ഉണ്ടായത്? 2 വർഷം എനിക്ക് ഓർമ്മയില്ല. എന്റെ ഡെലിവറി നടന്നതും കാര്യം എന്റെ ഒരു ബോധ മനസ്സിലില്ല. ഡെലിവറി നടന്നതോ മോൾക്ക് അസുഖം ബാധിച്ചോ? ഞാൻ ആരോട് സംസാരിക്കാൻ പറ്റില്ല, കിടപ്പിലായിട്ടില്ല, ഫിസിക്കലി എനിക്ക് സംസാരിക്കാൻ ഓർമ്മയില്ല, സംസാരിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. 2 വർഷം കഴിഞ്ഞു. ഒരു റൂമിന്റെ ഉള്ളിൽ മാത്രം 4 ചുമരിന്റെ ഉള്ളിൽ 2 വർഷം കഴിഞ്ഞു പോയി. വല്ലാത്ത ജീവിതമാണല്ലോ താങ്കളുടെ. അറിയുന്തോറും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് താങ്കളുടെ ജീവിതത്തിന്റെ പോക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു മത്സരവേദി ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് മത്സരത്തിലേക്ക് മടങ്ങുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്, 20,000. അപ്പൊ 20 ചോദ്യങ്ങളേ ഉള്ളൂ. അത് 2ാമത്തെ ചോദ്യത്തിലേക്ക് താങ്കൾ കടക്കുന്നു. താങ്കൾക്ക് ചിലപ്പോ 1 കോടി ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോ 1 കോടി കിട്ടിയാൽ എനിക്ക് ആവശ്യം, എനിക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ. മോളോട് ചോദിക്കട്ടെ, മോളെ അമ്മയ്ക്ക് 1 കോടിയുടെ ആവശ്യമുണ്ടോ? 1 കോടിയുടെ എന്നല്ല, അമ്മയ്ക്ക് ഒരു പുതിയൊരു ഡാൻസ് ക്ലാസ് ഉണ്ടാക്കണം, അതേ ഉള്ള ആവശ്യം. അതിന് 1 കോടിയുടെ ആവശ്യമുണ്ടോ? മോക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടോ? അവർക്ക് 1 കോടി ചെരുപ്പ് വാങ്ങിക്കണമായിരിക്കും അല്ലേ? അതാണോ പ്രശ്നം? അത് അങ്കിൾ വേണേ വാങ്ങിച്ചു തരാം, ഡോണ്ട് വറി കേട്ടോ. ഓക്കെ, ഒരേ ഒരു ആവശ്യം ഈ ഡാൻസ് സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണോ? അത് മാത്രമേ ഉള്ളൂ സാർ. എനിക്ക് അത് എന്നെ കൊണ്ട് ഇപ്പൊ കൂട്ടിയാ കൂടില്ല. കോവിഡ് ഒന്നും വന്നില്ലായിരുന്നു, ഞാൻ അതിനും വേണ്ടി ശ്രമിച്ചേനെ. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ കൂട്ടിയാ കൂടില്ല. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും ഒന്ന് എനിക്ക് കിട്ടിയാൽ വലിയ സന്തോഷം. നമുക്കൊരു കാര്യം ചെയ്യാം, കൂട്ടിയാ കൂടുമെന്ന് ഇതിലൂടെ നോക്കാം. അവ പ്രിയയുടെ ഒരു അഗ്നിപരീക്ഷണമായിട്ട് ഇതെടുക്കുക. കാര്യം 1 കോടിയിൽ എത്തുന്ന നർത്തകിയല്ല, താങ്കളെ നാര് കണ്ടു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തെറാപ്പി ആവും. അത് കുറച്ച് ആൾക്കാരെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ 20,000 രൂപയുടെ ചോദ്യം ഇൻകാർ മോണിറ്റർ. ചോദ്യം ഇതാണ്: രുക്മിണി ദേവി അരുണ്ടേൽ ഏത് നൃത്തരൂപത്തിലാണ് പ്രശസ്തിയായത്? ഓപ്ഷൻ എ കഥക്, ഓപ്ഷൻ ബി ഭരതനാട്യം, ഓപ്ഷൻ സി ഒഡീസി, ഓപ്ഷൻ ഡി കുച്ചിപ്പുടി, ഓപ്ഷൻ ഇ മണിപ്പൂരി. രുക്മിണി ദേവി അരുണ്ടേൽ. പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ഭരതനാട്യം. താങ്കൾ പഠിച്ച നൃത്ത ഇനം ഏതാണ്? ഭരതനാട്യമാണ്. അപ്പൊ ഭരതനാട്യത്തിന്റെ വിദഗ്ധയ്ക്ക് ഇത് അറിയില്ലെങ്കിൽ വലിയ കാര്യമോ അല്ലേ? വലിയ സംഭവം. കലാക്ഷേത്രയുടെ സ്ഥാപകയായിരുന്നു രുക്മിണി ദേവി അരുണ്ടേൽ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ നർത്തകി, ആദ്യത്തെ വനിതയായിരുന്നു രുക്മിണി ദേവി അരുണ്ടേൽ. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി എന്നാണ്. തെറ്റാൻ സാധ്യതയുണ്ടോ? രുക്മിണി ദേവി അരുണ്ടേലിന്റെ സഹായം കൊണ്ടായിരിക്കും ഡാൻസ് സ്കൂൾ ആരംഭിക്കാൻ പോകുന്നെങ്കിലോ അല്ലേ? ഓക്കെ, അത് താങ്കളുടെ ജീവിതത്തിൽ ഒരു പുണ്യമല്ലേ? തീർച്ചയായിട്ടും. ഉത്തരം ശരിയാണ്. അതായത് എനിക്ക് തോന്നുന്നത് നൃത്തം അശ്ലീലമാണ്, അറപ്പുളവാക്കുന്ന ഒരു സംഭവമായിട്ട് കാണുന്ന ഒരു കാലത്ത് നൃത്യം അഭ്യസിച്ച് നൃത്തത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വനിതയാണ്. അപ്പൊ എന്തായാലും ഒരു നർത്തകി അവരുടെ പേര് കൊണ്ട് 20,000 രൂപ സമ്പാദിക്കുന്നു. അപ്പൊ 20,000 രൂപ കേശയിലായി. അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ എവിടെയാ? ഹസ്ബൻഡ് മരിച്ചു. അപ്പോ താങ്കൾക്ക് ഡിപ്രഷൻ ബാധിച്ചു, വിഷാദ രോഗം ബാധിച്ചു. ഒന്നിനെ കുറിച്ചും അറിവില്ലാതെ താങ്കൾ ഒരു മുറിക്കുള്ളിലേക്ക് തളയ്ക്കപ്പെട്ടു അല്ലേ? അവിടെ 2 കൊല്ലം അങ്ങനെ പോയി. 2 വർഷം. എപ്പോഴാണ് ഈ ഇരുട്ടറയിലേക്ക് വെളിച്ചം കടന്നു വന്നത് ബോധത്തിന്റെ? 2 വർഷം കഴിഞ്ഞപ്പോ, അതായത് നമുക്ക് 2 വയസ്സായ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ആ 2 വർഷം എന്റെ വീട്ടിലെ ചെലവ് പോലും എങ്ങനെയാ കഴിഞ്ഞെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ എന്റെ ആരായിരുന്നു അപ്പൊ വീട്ടിലെ ചെലവൊക്കെ? അമ്മാവനും ഹസ്ബൻഡിന്റെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അമ്മാവനും ഹസ്ബൻഡിന്റെ ചികിത്സ വേണ്ടി വന്നു. എനിക്ക് കുറെ കൗൺസിലിംഗ് ചെയ്തു. ചിലപ്പം ഉറങ്ങാൻ വേണ്ടി ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഉറക്കൊന്നും വരില്ലായിരുന്നു. അപ്പോഴും എനിക്ക് എന്താന്ന് കറക്റ്റ് ഓർമ്മയില്ല. 2 വർഷം എങ്ങനെയാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ 2 വർഷം ഇങ്ങനെ കഴിഞ്ഞൊക്കെ വന്നപ്പം പിന്നീട് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് കുറേശ്ശെ ഇങ്ങനെ ആ ഒരു തോന്നൽ വന്നു തുടങ്ങി. മോളും 2 വയസ്സാവണം, നടക്കാനൊക്കെ തുടങ്ങി. ഹസ്ബൻഡ് മരിച്ചു, മോളെ ഡെലിവറി ആവാൻ 2 മാസം എടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് മരിക്കുമ്പോൾ 8 മാസമാണല്ലോ. അപ്പൊ ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ ഏകദേശം ഒരു 10 തവണ സൂയിസൈഡിന്
സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അത് താങ്കൾ ഒരു ഡിപ്രഷൻ ബാധിച്ചു, വിഷാദ രോഗത്തിന് അടിപ്പെട്ട ഒരു ഹാലുസിനേഷൻ കിടക്കം തോന്നിയതാണോ? അല്ല, മോളെ പ്രസവിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ ജീവിതം നേരിടാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണോ താങ്കൾ ജീവിക്കാൻ പറ്റില്ല? കാരണം പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പലതവണ, ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ പലതവണ ഞാൻ എന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയിട്ട് എനിക്കെന്റെ കുഞ്ഞ് പുറത്തേക്ക് വരുമോ എന്നൊക്കെ ഫീൽ തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. കാരണം 8 മാസമാണ്. അപ്പൊ എനിക്കതൊരു പേടിയാണ്. ഞാൻ വീണ്ടും ഒഴിക്കും. കാരണം കുഞ്ഞ് പുറത്തേക്ക് വന്ന് ഞാൻ കുട്ടി ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആ കുഞ്ഞ് ഒറ്റയ്ക്കായി പോകില്ലേ? അപ്പൊ എനിക്കറിയാം ഞാൻ എന്റെ അവസ്ഥ. അന്ന് എന്റെ മകൾക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള തോന്നലുകൊണ്ട് അന്ന് ഞാനത് ചെയ്യാതെ, അതുകൊണ്ട് ഇന്ന് ഞാൻ സാറിന്റെ മുന്നിലെത്തി. ഞാൻ എന്തിനു ജീവിച്ചു എന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. അത് കഴിഞ്ഞ് മോളെ 2 വയസ്സായ സമയത്ത് എന്തെങ്കിലും ഒരു ജോലി വേണം. അന്നത്തെ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 DTC ആണ്. ഡാൻസിന് എന്തായാലും ഇല്ല എന്ന് തന്നെ വിചാരിച്ചു. അപ്പൊ സ്കൂളിൽ എവിടെയെങ്കിലും ജോലിക്ക് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ അടുത്ത് ഭാരതീയ വിദ്യാഭവനിൽ പ്രീ പ്രൈമറി ടീച്ചറായിട്ട് ഞാൻ ജോലിക്ക് പോയി. അപ്പോഴും ഞാൻ സ്കൂളിൽ പോവും, ഒരു മൊബൈൽ ഫോൺ പോലും ഞാൻ യൂസ് ചെയ്യില്ല. സ്കൂളിൽ പോവും, വീട്ടിലേക്ക് വരും. ഒരു വല്ലാതെ മോളാണെങ്കിൽ എപ്പോഴും കരഞ്ഞോണ്ടാ, കുഞ്ഞു എപ്പോഴും കരഞ്ഞോണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ എന്തെങ്കിലും മോളുടെ പേരെന്താ ആരെങ്കിലും ചോദിച്ചാൽ അമ്മ പയ്യോ എന്ന് പറയും, അമ്മ പയ്യോ. എന്നിട്ട് അവളെ എന്റെ പിന്നിലേക്ക് പോകും, സാരീന്റെ പിന്നിലേക്ക്. അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥ, വീട് മൊത്തം ശോകമുഖം, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ വീണ്ടും 6 വർഷങ്ങൾ കടന്നു പോവാണ്. അങ്ങനെ ഒരു 6 കൊല്ലം എങ്ങനെയാ ജീവിച്ചു പോകാനുള്ള വരുമാനം? ഭവൻസിൽ നിന്ന് കിട്ടിയ 3300 രൂപയായിരുന്നു അന്നത്തെ സാലറി. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. അത് 2 ആയിരുന്നു വരുമാനം. അപ്പൊ ട്യൂഷൻ പച്ച പിടിച്ചോ? ട്യൂഷൻ നമ്മുടെ നാട്ടുമ്പുറത്ത് സാധാരണ കുട്ടികളാണ്, അവർ വല്ലപ്പോഴും ഒരു 100 രൂപ കൊണ്ട് തരും. ഓക്കെ, അതുകൊണ്ടൊക്കെ ജീവിച്ചു പോയി എന്നുള്ളതാണ്. ജീവിച്ചു പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കും. 30,000 rupees. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നതിൽ കണ്ടൽ ചെടികൾ വളരുന്ന ഭൂപ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഹിമപ്രദേശങ്ങൾ, ഓപ്ഷൻ ബി മലമ്പ്രദേശങ്ങൾ, ഓപ്ഷൻ സി തീരപ്രദേശങ്ങൾ, ഓപ്ഷൻ ഡി ധ്രുവ പ്രദേശങ്ങൾ, ഓപ്ഷൻ ഇ മരുഭൂമികൾ. കണ്ടൽ ചെടികൾ ഉണ്ടാകുന്ന പ്രദേശം തീരപ്രദേശങ്ങളിലാണോ കണ്ടൽ ചെടികൾ ഉണ്ടാകുന്നത്? സൂക്ഷിച്ച് പറയണം, താങ്കൾക്ക് പൈസ ഒരുപാട് ആവശ്യമുണ്ട്, ഡാൻസ് സ്കൂളൊക്കെ കെട്ടണ്ടേ? ഹിമപ്രദേശങ്ങളിലല്ല കണ്ടൽ ചെടികൾ, മലം പ്രദേശങ്ങളിലും കണ്ടൽ ചെടികൾ വളരാനുള്ള സാധ്യത കുറവാണ്. ധ്രുവ പ്രദേശങ്ങളിലും അല്ല. ഞങ്ങളുടെ അവിടെ കടലുണ്ടി ഏരിയയിലൊക്കെ ഈ കണ്ടൽ ചെടികൾ ധാരാളം കാണാറുണ്ട് ട്രെയിനൊക്കെ പാസ് ചെയ്യുമ്പോൾ. ഓപ്ഷൻ സി തീരപ്രദേശങ്ങൾ. സർ, ഉത്തരം ശരിയാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾ പറഞ്ഞ സ്ഥലത്തൊക്കെ കണ്ടൽ ചെടികളുണ്ട്. കടലുണ്ടി ഏരിയയിലൊക്കെ നമ്മൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ. അപ്പൊ 30,000 രൂപ ഇപ്പൊ ലഭിച്ചു കഴിഞ്ഞു. മോള് കേൾക്കുന്നുണ്ടോ? ഇത് എത്ര കിട്ടിയത്? 30,000. അവിടെ സ്കൂളിലൊക്കെ മിടിക്കുകയാണോ? പഠിക്കാൻ മിടിക്കുകയാണെന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. വേറെ എന്തിനും അവളെ കുറച്ച് ഇൻട്രോവേർട്ട് ആണ് ഇപ്പോഴും. അത് എനിക്ക് തോന്നുന്നു അവള് മാറും. അവളെ ആൾക്കൂട്ടത്തിലേക്ക് വിടുക. കുറെ കാലം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരാൾ തുണയ്ക്ക് വേണം എന്ന് കരുതി കല്യാണം കഴിക്കാൻ ആലോചിച്ചു. കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ലൈഫ് ബോട്ടുമായിട്ട് വന്നു? വളരെ ഫോർമൽ ആയിട്ട് അമ്മാവൻ മുഖേനയൊക്കെ വീണ്ടും കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപ്പോസൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് ഇനി നീങ്ങണ്ടാൻ തീരുമാനം? എന്റെ സ്വന്തം അച്ഛനിൽ നിന്നും എനിക്കുണ്ടായ അനുഭവമാണ് അതിന്റെ കാരണം. എന്റെ ഗൗരിയെ കൊണ്ട് എനിക്ക് അതിനുള്ള ഒരു ധൈര്യം വന്ന് തോന്നിയിരുന്നില്ല. അല്ലെ, മറ്റൊരു പുരുഷൻ താങ്കളുടെ ജീവിതത്തിലേക്ക് വന്നാൽ മകൾ സുരക്ഷയാകില്ല എന്ന പേടി താങ്കളെ ഭയപ്പെടുത്തി? അത് തന്നെയായിരുന്നു കാരണം. അതായിരുന്നു ഏറ്റവും വലിയ കാരണം. അല്ല, അമ്മയുടെ ഒരു അഭിപ്രായം എങ്ങനെ? ഈ താങ്കൾ പറഞ്ഞു ഈ അച്ഛൻ എവിടെയെങ്കിലും അച്ഛനെ ഒറ്റയ്ക്ക് താമസിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു ജീവിതം കൊടുക്കാൻ താങ്കൾ തയ്യാറാണ് എന്ന്. എന്നാൽ വീട്ടിൽ കയറ്റാൻ താങ്കൾക്ക് താല്പര്യമില്ല, സുരക്ഷയെ കരുതി. അത് താങ്കളുടെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ചിലപ്പോൾ വീട്ടിൽ വന്ന് കയറിയാൽ ചിലപ്പോൾ വീണ്ടും അയാൾ പഴയതൊക്കെ ആവർത്തിച്ചൊന്നും വരും. അപ്പൊ അങ്ങനെ ഒരാളിനെ അകറ്റി നിർത്തിയാണെങ്കിൽ പോലും അമ്മയ്ക്ക് അതിനോട് യോജിപ്പുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അഥവാ അച്ഛൻ വരികയാണ് ഇനി നല്ല രീതിക്ക് പെരുമാറാം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ കൂടെ അച്ഛന് താമസിക്കാൻ താല്പര്യം വെച്ചാൽ അമ്മേനെയും അച്ഛനെയും കൂടി വീട്ടിൽ നിർത്തി ഞാനും കുഞ്ഞും കൂടി മാറാനും ഞാൻ തയ്യാറാണ്. അവർക്കൊരു ജീവിതം അങ്ങനെ അവർ ജീവിക്കുകയാണെങ്കിലും എനിക്കത് സന്തോഷമാണ്. അല്ല, ഇങ്ങനെ ഒരു അച്ഛൻ അമ്മയുടെ കൂടെ വീണ്ടും ജീവിക്കുന്നതിനോട് താങ്കൾക്ക് വിരോധമില്ല? ഇല്ല. അമ്മയ്ക്ക് ഓക്കെ ആണെങ്കിൽ അമ്മ ജീവിച്ചോട്ടെ. അപ്പൊ താങ്കൾ ഒരുപാട് ക്ഷമിച്ചിരിക്കുന്നു അച്ഛനോട്. വളരെ നല്ല കാര്യം. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 40,000 rupees. അപ്പോ മോണിറ്റർ നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പ്രിയ നമ്മൾ കടക്കുന്നത്. താങ്കൾ ഈ LED നോക്കിയാൽ താങ്കൾക്ക് ഒരു സ്റ്റില്ല് കാണാം, ഒരു ചിത്രം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്റെ ചോദ്യം. ഈ ചിത്രത്തിൽ കണ്ടത് ഏത് കലാരൂപമാണ്? ഓപ്ഷൻ എ യക്ഷഗാനം, ഓപ്ഷൻ ബി തെരുക്കൂത്ത്, ഓപ്ഷൻ സി കരകാട്ടം, ഓപ്ഷൻ ഡി ചവിട്ട് നാടകം, ഓപ്ഷൻ ഇ സൽസ. ഇത് യക്ഷഗാനമല്ല, തെരുക്കൂത്തല്ല, കരകാട്ടമല്ല, സൽസയുമല്ല. ഇറ്റ്സ് ഓപ്ഷൻ ഡി ചവിട്ട് നാടകം. ചവിട്ട് നാടകം കണ്ടിട്ടുണ്ടോ? ലൈവായിട്ട് കണ്ടിട്ടില്ല, മൊബൈലിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ.
ഉറപ്പാണോ? യക്ഷഗാനം കർണാടകയുടെ യക്ഷഗാനത്തിന്റെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇങ്ങനെയല്ല സാർ. കരകാട്ടം നമ്മുടെ തമിഴ്നാടിന്റെ അവരുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ഇങ്ങനെയല്ല. സൽസ ഡാൻസ് കംപ്ലീറ്റ് വേറൊരു മൂവ്മെന്റ്സ്. തെരുക്കൂത്ത് പിന്നെ ചവിട്ടുനാടകം സാർ, ഡെഫിനറ്റ്ലി. ഉറപ്പാണോ? യെസ് സാർ. എനിക്ക് തോന്നുന്നത് ഈ ചവിട്ടുനാടകമൊക്കെ നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങളിൽ ഒന്നാണ്. അപ്പൊ താങ്കൾ ഒരു പരമ്പരാഗത കക്ഷിയല്ലേ? ഈ ഉത്തരം ശരിയാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. യഥാർത്ഥത്തിലെ പോർച്ചുഗീസ് മിഷണറിമാരുടെ സ്വാധീനത്തിലാണ് ഈ കലാരൂപം നമുക്ക് ഉണ്ടായത്. അപ്പൊ അത് മലയാളികളിലേക്ക് വേര് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചവിട്ടുനാടക സ്പെഷ്യലിസ്റ്റുകളൊക്കെ കൂടുതലും ഇത് എനിക്ക് തോന്നുന്നത് കൊച്ചിയിലാണ്. പോർട്ട് കൊച്ചിക്കാരൊക്കെയാണ് ഇതിന്റെ അശന്മാര്. ഓക്കെ, അപ്പോ 40,000 രൂപ കയ്യിലായി കഴിഞ്ഞു. 40,000 റുപ്പീസ്. മകളെ കേട്ടുകൊള്ളൂ, അമ്മയുടെ കയ്യിൽ 40,000 രൂപയായി. സന്തോഷമായോ മോക്ക്? നമ്മുടെ കുഞ്ഞിരാമനെ പരിചയമുണ്ടോ? അറിയുണ്ട്. ആ കുഞ്ഞിരാമനൊക്കെ വളരെ ഒരു ഹോട്ട് പ്രോപ്പർട്ടിയാ ഇപ്പൊ കുട്ടികൾക്ക്. മോള് കേട്ടായിരുന്നോ കുഞ്ഞിരാമന്റെ കാര്യം? അപ്പൊ കുഞ്ഞിരാമൻ നല്ല ശുദ്ധമായ പശുവും പാലോ അതല്ലെങ്കിൽ ശുദ്ധമായ വെള്ളമോ ഏത് വേണമെങ്കിലും നമ്മുടെ ഇവിടെ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നതാണ് അവൻ ഇപ്പോഴത്തെ ജോലി. എന്ത് ജോലിയും ചെയ്യും. വേണമെങ്കിൽ താങ്കൾക്ക് രാമനാട്ടുകാരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അവനെയും ഡാൻസ് പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. ഓക്കെ, അപ്പൊ ഒരു കാര്യം നമുക്ക് ഇത്തിരി വെള്ളം കുടിക്കാം അല്ലേ? അത് പാല് വേണോ? വെള്ളം മതി. അപ്പൊ കുഞ്ഞിരാമ ഈ ശുദ്ധജലം. താങ്ക് യു സർ. കുഞ്ഞിരാമ വീട്ടിൽ പോകോളൂ. എനിക്ക് പ്രിയയുടെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഷോക്ക് ഇട്ടു പോയത് കല്യാണത്തിന്റെ 4-ാം വർഷം ഈ ഹസ്ബൻഡ് കടന്നുപോയി എന്നുള്ളതാണ്. കാരണം ജീവിതത്തിന്റെ ഉടനീളം ജീവിതത്തിന്റെ ഈ കടൽ താണ്ടാൻ നമുക്കൊരു പൊങ്ങുതടി കിട്ടി എന്ന് വിശ്വസിച്ചിട്ട് ആ പൊങ്ങുതടി എന്ന കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. എപ്പോഴാണ് ഇങ്ങനെ ഹസ്ബൻഡ് ഇല്ലാതായി എന്ന് അറിഞ്ഞത്? ഞാനും ഹസ്ബൻഡും കൂടി ഒരു ദിവസം രാവിലെ, ഒരു ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു വന്നു. 4th വെഡിങ് ആനിവേഴ്സറി അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഊണൊക്കെ കഴിച്ചു. ഒരു ദിവസം രാവിലെ ഹസ്ബൻഡ് വർക്കിന് പോകുമ്പോൾ ഞാൻ ഡാൻസ് സ്കൂളിൽ നടത്തുന്നുണ്ട്, ചെറിയൊരു ഡാൻസ് ക്ലാസ് നടത്തിയിരുന്നു. അപ്പൊ എന്നെ അവിടെ ഇറക്കി തന്നു, 2 വീലറിൽ എന്നെ അവിടെ ഇറക്കി തന്ന് ഒരു ഉച്ച ആയപ്പോ എന്നെ വീണ്ടും ഫോണിൽ വിളിക്കുകയാണ്. എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഉച്ചയില്ല കേട്ടോ, ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ബൈപ്പാസിലൂടെ പാസ് ചെയ്യണം, എന്റെ ഡാൻസ് ക്ലാസ് ബൈപ്പാസിന്റെ സൈഡിലാ, ഞാൻ ഇതിലെ പാസ് ചെയ്യണം, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക, എനിക്ക് നിന്നൊന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ശരിക്കും വേണ്ട, ഞാൻ അപ്പം കണ്ടിട്ടേല്ലോ, അവിടെ ഇറക്കിയിട്ടേല്ലോ, ഇനിയിപ്പോ ഈ മനുഷ്യൻ എന്തിനാ പിന്നെയും കാണുന്നത് എനിക്ക് തോന്നി. ഈ വയറൊക്കെ വെച്ച് ഞാൻ പിന്നെ റോഡിലേക്ക് ഇറങ്ങണ്ടേ. അപ്പൊ എന്നെ കാണാൻ വേണ്ടി പുള്ളി സെൻട്രൽ സീറ്റിൽ നിന്ന് സൈഡ് സീറ്റിലേക്ക് മാറിയിരുന്നു. അത് എന്തിനാ തോന്നി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് എന്നോട് കൈകൊണ്ട് ഇങ്ങനെ വേവ് ചെയ്തു, പുറത്തേക്ക് കൈയിട്ടു. അപ്പൊ ഞാനും ഇങ്ങനെ കാണിച്ചു, പുള്ളി പാസ് ചെയ്തു പോയി. നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം പുള്ളി ഇടത് സീറ്റിലേക്ക് മാറിയിരുന്നാണ്. അങ്ങനെയാണ് പുള്ളി പുറത്തെറിച്ചു പോയത് അല്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു വിളി വന്ന് കാണും, ഭാര്യ ഒന്നുകൂടെ വീണ്ടും കാണണം. എന്നെയാണ് അവസാനം കണ്ടത്. അതെന്ത് നിമിത്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതത്തിൽ നല്ലത് മാത്രം കൊണ്ടുതരാൻ വേണ്ടി എന്റെ കൂടെ ദൈവം കൊണ്ടുതന്ന ഒരാളായിരുന്നു വിജേഷ്. 4 വർഷം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്കറിഞ്ഞൂടാ, വിജേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേറെ ആർക്കും പറ്റില്ലായിരുന്നു. എന്റെ അന്നത്തെ അവസ്ഥ വിജേഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. എനിക്ക് എന്ത് മാറ്റർ, ഇപ്പൊ അച്ഛന്റെ കാര്യം ഉൾപ്പെടെ എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. അത് ആ പറയുന്ന സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു വിജേഷ്. നമ്മൾ എന്ത് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു വ്യക്തിത്വത്തെ വളരെയധികം മാനിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ ഡാൻസ് ക്ലാസ് വീണ്ടും എന്നെ പഠിക്കാൻ രാധ അരവിന്ദ് എന്ന് പറഞ്ഞ ടീച്ചറെ അടുത്ത് കൊണ്ടാക്കി. എൻ്റെ ഡാൻസ് എന്താ പറയുക, ഞാൻ ഭരതനാട്യം ഡിപ്ലോമയ്ക്ക് എന്നെ വീണ്ടും കൊണ്ട് ജോയിൻ ചെയ്യിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ 4 വർഷം കൊണ്ട് എനിക്ക് ആ മനുഷ്യൻ പറ്റാവുന്ന പോലെ. താങ്കൾ പിന്നെ ഡാൻസിൽ PG ഒക്കെ എടുത്തു അല്ലേ? PhD എടുത്താണ് താങ്കൾ PhD തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താങ്കൾ എടുത്തല്ലേ? അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു തെറാപ്പി, മ്യൂസിക് തെറാപ്പി ഒക്കെ ആൾക്കാരുടെ പോപ്പുലർ, പക്ഷെ ഡാൻസ് തെറാപ്പി ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ഒരു പുതിയ അറിവായിരുന്നു. താങ്കൾ ഇപ്പൊ ലെവല് മാറാൻ പോവാണ്, വലിയ ലെവലിലായി ഇപ്പോ. ഇനി നമ്മൾ 50,000 രൂപയുടെ 1,00,000 ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇനി ലെവൽ 2 പോകുന്നത്. കുട്ടേട്ടാ, ലെവൽ 2. 50,000 രൂപയുടെ ചോദ്യം ഉണ്ട്. സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ട്. സിനിമ കാണാറുണ്ടെങ്കിൽ താങ്കൾക്ക് ഗുണം ചെയ്യുന്നൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആ മോണിറ്റർ, $1,00,000 രൂപയുടെ ചോദ്യമാണ്. ദിലീപ് ആകാശ് മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ ഏതാണ്? ഓപ്ഷൻ എ കുഞ്ഞിക്കുനൻ, ഓപ്ഷൻ ബി പഞ്ചാബി ഹൗസ്, ഓപ്ഷൻ സി പച്ചക്കുതിര, ഓപ്ഷൻ ഡി കമ്മാര സംഭവം, ഓപ്ഷൻ ഇ സലാപം. സർ, ഓപ്ഷൻ സി പച്ചക്കുതിര. അത് ആനന്ദക്കുട്ടനല്ലേ അതിലെ?
അതില് ദിലീപ് ഡബിൾ റോൾ അല്ലേ? ആന്നല്ലേ? ആ സിനിമ കണ്ടു അല്ലേ? കണ്ടിട്ടുണ്ട്. അതെ. ഓക്കെ. ജർമ്മനിയിൽ നിന്ന് വരുന്ന ആകാശ് മേനോനായി മേനോൻ, ദിലീപ് അവതരിപ്പിച്ച സിനിമ പച്ചക്കുതിര. ഓപ്ഷൻ സി ശരിയാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ 1.5 ലക്ഷത്തിന്റെ ഉടമയായി മാറി കൃഷ്ണ. അല്ലേ? കൃഷ്ണ, നീ എന്നോട് ഇങ്ങനെ ചതി ചെയ്തോ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ താങ്കൾ ഒരുപക്ഷെ കേരളം അറിയാൻ പോകുന്ന, അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികളെല്ലാം അറിയാൻ പോകുന്ന ഒരു ഡാൻസ് തെറാപ്പിസ്റ്റായി മാറുന്നു. അപ്പൊ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു, താങ്കളുടെ ജീവിതത്തിലേക്ക് ഇത്തിരി വെളിച്ചം വായിക്കുന്നു, ചിലതൊക്കെ ഇരുട്ടറകളിൽ കിടക്കാണ്. അപ്പൊ താങ്കൾ ജീവിതത്തിൽ മലയാളികളോട് എന്നും പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു വേദി കിട്ടിയാൽ ഇതെനിക്ക് പറയണം എന്ന് തോന്നിയ കാര്യം? ഞാനത് മലയാളികളോട് മൊത്തം പറയുകയാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്. ഞാൻ ഇന്ന് ഏറ്റവും വേദനിക്കുന്ന കാര്യം എന്റെ ഹസ്ബൻഡ് മരിച്ചതോ എന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളോ ഒന്നുമല്ല. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ 9 വർഷങ്ങൾ, ആ 6 വർഷം, അതോർത്ത് മാത്രമേ ഞാൻ ഇന്ന് കരയാറുള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫ്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്, നമ്മൾ സ്വർഗത്തിലല്ല, ദൈവങ്ങളുമല്ല. ലൈഫിൽ ട്രാജഡീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. താഴ്ചയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും പതറിപ്പോവും. പക്ഷെ ഈ പതർച്ചയിൽ നിന്ന് റിയാലിറ്റി ഉൾക്കൊള്ളാൻ നമ്മൾ എടുക്കുന്ന ടൈം ഡ്യൂറേഷൻ എത്രയും പെട്ടെന്ന് അത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ്. താങ്കൾ ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷം ഏതായിരുന്നു? താങ്കൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖക്കടല് പൊട്ടി ഒഴുകി വന്ന അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ മാറി ഒരു സന്തോഷം നീരരുവി ഇങ്ങനെ വന്നത് എവിടെയായിരുന്നു? സന്തോഷം തുടങ്ങിയത് 2006 ഗൗരി ശങ്കരം സ്റ്റാർട്ട് ചെയ്ത മുതലാണ്. പക്ഷെ ഞാൻ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച ദിവസം, ഏറ്റവും സന്തോഷിച്ച രാത്രി എന്ന് പറയുന്നത്, ഞാൻ എന്റെ ഈ വീട്ടിൽ നിന്ന് മാറി ഒരു പുതിയ വീടെടുത്ത് അവിടെ ആദ്യമായിട്ട് കിടന്നുറങ്ങിയ രാത്രിയാണ്. ഞാൻ ഏറ്റവും സന്തോഷിച്ച ആദ്യത്തെ ദിവസം ആ രാത്രിയായിരുന്നു. അതാ, ആ രാത്രിയാണ്. അപ്പൊ നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 60,000 rupees. മോണിറ്റർ. സാമ്പ നൃത്തത്തിന് പ്രസിദ്ധമായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ന്യൂസിലാൻഡ്, ഓപ്ഷൻ ഡി ജപ്പാൻ, ഓപ്ഷൻ ഇ ബ്രസീൽ. സാമ്പ നൃത്തത്തിന് പ്രസിദ്ധമായ രാജ്യം. നമുക്ക് ഒരു ഹെൽപ്പ് വേണ്ടി വരും സർ. കുട്ടേട്ടന്റെ പിടിവള്ളി പിടിച്ചാലോ? കുട്ടേട്ടൻ ആളുകളെ സഹായിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളോടും സ്ത്രീകളോടും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു സ്നേഹമുള്ള ഒരാളാണ്. കുട്ടേട്ടാ, എന്റെ മെമ്മറിയിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഇ ആയിരിക്കാം. ഡി അല്ലെങ്കിൽ ഇ, ജപ്പാൻ അല്ലെങ്കിൽ ബ്രസീൽ. സൂക്ഷിച്ച് ആലോചിച്ച് പറയണം. താങ്കൾക്ക് പൈസ ആവശ്യമുണ്ട്, നമുക്ക് ഡാൻസ് സ്കൂൾ കെട്ടാനുണ്ട്. വേറെ എന്തെങ്കിലും പൈസക്ക് അത്യാവശ്യമുണ്ടോ? ബാക്കിയൊക്കെ ഞാൻ ആ ഡാൻസ് ക്ലാസ്സിലൂടെ എനിക്ക് ആരോഗ്യം തന്നാ മതി ദൈവം. ഓക്കെ, മതി അല്ലേ? ബ്രസീൽ സർ. ബ്രസീൽ. ഉറപ്പിച്ചോ? ആത്മവിശ്വാസം ഉണ്ടോ? ഉത്തരം ശരിയാ. ബ്രസീലാണ് സാമ്പ നൃത്തത്തിന്റെ കേന്ദ്രം. ബ്രസീലിന്റെ ഫുട്ബോളിന്റെ താളം സാമ്പയുടെ താളമാണ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വേൾഡ് ഫുട്ബോളൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്. താങ്കൾ എങ്ങനെ കളിയിലൊക്കെ താല്പര്യമുള്ള ആളാണ്? സ്പോർട്സ് അത്രയും അറിയില്ല. താങ്കൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളെ പലപ്പോഴും ടീച്ചേഴ്സിനോടൊക്കെയാണല്ലോ മനസ്സ് തുറക്കുക. അപ്പൊ ഒരുപാട് സ്ത്രീകളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ താങ്കളോട് കാര്യങ്ങളൊക്കെ പറയുവോ? താങ്കൾ അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുവോ അവരെ? എങ്ങനെയാ താങ്കളുടെ ഒരു മനോഭാവം ഇക്കാര്യത്തിൽ? കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം എന്റെ ഡാൻസ് ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഡാൻസ് ഒന്നും പഠിക്കണ്ട, അവരോട് കുറച്ച് സംസാരിച്ചാൽ മതി. സംസാരപ്രിയാണോ താങ്കൾ? കേൾവിക്കാരിയുമാണ്. ഞാൻ അവരെ കേട്ടിരിക്കാറുണ്ട്. ഞാൻ നല്ല സംസാരപ്രിയമാണ്. രണ്ടുപേരും സർ. ഓക്കെ. ഈ താങ്കളുടെ ഡാൻസ് സ്കൂളിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തോ? യെസ് സർ. അതെന്തായിരുന്നു സംഭവം? അത് അവിടെ ഒരുപാട് പേര് ഡാൻസ് തെറാപ്പിക്ക് വരുന്ന ഒരുപാട് പേര്, നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല, ഒരുപാട് പേര് വരുന്നുണ്ട്. ആ കൂടെ ഈ ഹാലൂസിനേഷൻ അങ്ങനെയുള്ളൊരു കുറെ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളൊരു മോളായിരുന്നു. അപ്പൊ ഇവര് ഒരു ഹാലൂസിനേഷൻ ആണ്. ആ കുട്ടിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും ആരൊക്കെ ഉണ്ട്, ഫ്രണ്ടിലുണ്ട്, ആ കുട്ടിയോട് ആരൊക്കെ സംസാരിക്കുന്ന പോലെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു പേടി, കുട്ടിക്ക് എപ്പോഴും ഒരു പേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ 31 ആയിട്ടുണ്ട് മോൾക്ക്. നമുക്കിപ്പം മുന്നിൽ അല്ലല്ല, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഈ മകളുമാണ്. അമ്മയും അച്ഛനും വളരെ സാധുക്കളാണ്. ഫിനാൻഷ്യലി അല്ല പറയണത്, അവർക്ക് ഭയങ്കര സങ്കടമായി മോളുടെ കാര്യത്തിൽ. അങ്ങനെയാണ് എന്റെ ക്ലാസ്സിലേക്ക് അവർ കൊണ്ടുവന്നത്, ഡാൻസ് പഠിപ്പിക്കാനും തെറാപ്പിക്കും കൂടി. അമ്മേനോടും ഞാൻ ചേരാൻ പറഞ്ഞു. അമ്മയ്ക്ക് 60 വയസ്സിലൊക്കെ മേലെ. ഞാൻ നിങ്ങളും ചേരും, അവള് കംഫർട്ട് ആയിരിക്കട്ടെ. അമ്മയും ചേർന്നു. അങ്ങനെ രണ്ടുപേരും കൂടി വരും. ഞാൻ സംസാരിക്കും. ആ ആഴ്ച കുട്ടി ഓക്കെ ആയിരിക്കും. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും കാണും, ഞാൻ സംസാരിക്കുക, കുട്ടി ഓക്കെ ആയിരിക്കും. അവളിങ്ങനെ അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങനെ പോയി. കോവിഡിന്റെ തൊട്ട് മുമ്പ് വെച്ച് അവർക്ക് എന്തോ ഒരു വയ്യായ വന്ന സമയത്ത് ഒരു ക്ലാസ് നിർത്തി.
പിന്നീട് ഒരിക്കൽ എന്നെ അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞു, ടീച്ചറെ കുറച്ച് ദിവസമായിട്ട് മോളിങ്ങനെ എന്താ അറിഞ്ഞൂടെ, അവൾ ബാത്റൂമിലൊക്കെ കയറി വാതിലടയ്ക്കും. ടീച്ചർ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയണ്ട, ഒന്ന് വീട്ടിലേക്ക് വന്ന് അവളോട് സംസാരിക്കുമോ ചോദിച്ചു. ഞാൻ പോയി അവിടേക്ക്, ഞാൻ സംസാരിച്ചു. പക്ഷെ അവളൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കണില്ല ആ സമയത്ത്. അവളെന്തോ ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോണു. അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ ക്ലാസ് ഞാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. കോവിഡിന്റെ സമയത്ത് എനിക്ക് വാടക കൊടുക്കാൻ പറ്റാതെ, എനിക്ക് വരാൻ പറയാൻ ഒരു സ്ഥലമില്ല, എനിക്കൊന്ന് പോയി കാണാൻ സ്ഥലമില്ല. എൻ്റെ വീട്ടിലേക്ക് കുറേ ഉള്ളിലേക്ക് എൻ്റെ വീട്. അപ്പം എനിക്ക് ഇവർക്ക് എന്നെ കാണുന്ന ആവശ്യമുള്ളവരോട് വരാൻ പറയാൻ എനിക്കൊരു സ്ഥലം ഇല്ലാണ്ടായി. കോവിഡ് വന്നതോടെ എനിക്കൊരു ഇടമില്ല. അപ്പൊ കുറേ കാലം ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലാസ് വിട്ടുകൊടുത്തു. രണ്ടാമത്തെ ക്ലാസ് ഇപ്പം എടുത്തതാണ് ഒരു ക്ലാസ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നല്ല. പിന്നെ ഞാൻ കാണുന്നത് പേപ്പർ തുറന്നപ്പം ഏറ്റവും വേദനിപ്പിച്ച എന്താന്ന് വെച്ചാല്, ഈ മകള് മാത്രമല്ല മരിച്ചത്. മകള് മരിച്ചത് കണ്ട് ഉടനെ തന്നെ അച്ഛനും മരിച്ചു. അച്ഛനും ഒരു റൂമിൽ പോയി തൂങ്ങി മരിച്ചു. രണ്ടുപേരും ഒരേ ദിവസം മരിച്ചു. ആ അമ്മ അവരുടെ വീട്ടിൽ വെച്ച്. ആ മോൾക്ക് പെട്ടെന്ന് തോന്നി എന്റെ അച്ഛൻ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അച്ഛൻ ഞാൻ ആരോഗ്യവാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. കുട്ടി പോയി തൂങ്ങി മരിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് കണ്ട ഉടനെ അമ്മ അറിഞ്ഞില്ല. അച്ഛന് കണ്ട ഉടനെ അച്ഛനും, അദ്ദേഹം എയർപോർട്ടിൽ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അദ്ദേഹവും സൂയിസൈഡ് ചെയ്തു. അതെന്നെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പറ്റുമെന്ന് അറിയില്ല. എന്നാലും അവൾക്കൊരു താങ്ങായിട്ട് അവളോട് സംസാരിച്ച് എനിക്ക് കുറച്ച് പ്രാവശ്യം കൂടി അവളോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെനിക്ക് വല്ലാണ്ട് എനിക്കൊരു ഇടം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ സമയത്ത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായില്ല. അതെന്നെ വേദനിപ്പിച്ചു, വല്ലാണ്ട് വേദനിപ്പിച്ചൊരു കാര്യമാണ്. പ്രിയ, ഭാഗ്യമുണ്ടെങ്കിൽ 1 കോടിയുടെ ഉടമസ്ഥയായിട്ട് താങ്കൾ മാറും. താങ്കൾക്ക് 1 കോടി ലഭിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അവതാരകന്റെ കുപ്പായമാണ് ഇട്ടിരിക്കുന്നത്, ഇടപെടാൻ പറ്റില്ല. നിർമ്മമതയോടെ ഇതിൽ നിൽക്കണമെന്നാണ്, ഒരു മമതയും ഇല്ലാതെ നിൽക്കണം എന്നാണ് പറയുന്നത്. പ്രിയ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ജീവിതത്തിലെ ഈ അടുത്ത കാലത്ത്, കോവിഡ് കാലത്തൊക്കെ 70,000 രൂപ സ്വന്തമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അല്ല സർ, വലിയ കാര്യമാണ്. മീൻകാരൻ ബോഡിയിട്ട് രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുണ്ടോ പ്രിയക്ക്? ഒരു ഇലക്ഷൻ ഒക്കെ വേണമെങ്കിൽ നിൽക്കാമായിരുന്നു. ആരും വന്ന് വിളിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കാരണം ഈ ചിലപ്പോൾ അറിയാൻ പറ്റും. കാരണം താങ്കളെ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഈ അനുഭവത്തിന്റെ തീപ്പിളലുള്ള ആളുകൾക്ക് ഉണ്ടല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ചോദ്യം ഇതാണ്: സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഗുജറാത്ത്, ഓപ്ഷൻ ഇ മഹാരാഷ്ട്ര. ഗോൾഡൻ ടെമ്പിൾ ഒരുപാട് രാഷ്ട്രീയ സിംഹാസനങ്ങൾ ഇളകിത്തെറിക്കാൻ കാരണമായ ഒരു സംഭവം നടന്ന സ്ഥലമാണ് സുവർണക്ഷേത്രം. ഗോൾഡൻ ടെമ്പിൾ. മഹാരാഷ്ട്ര. ആലോചിച്ച് 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ലാൻഡ് ചെയ്യൂ. പിടിവള്ളി. നമുക്ക് ആരുടെ പിടിവള്ളി വേണം? ചേട്ടാ, പാട്ടും പാടി നടന്നാ മതിയോ? ശ്രീരാജ് ഷോക്കായോ? പഞ്ചാബ് സർ. പഞ്ചാബ്. പഞ്ചാബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമോ? ചതിക്കോ? ഇല്ല, ചതിക്കില്ല. അവിടെ പണ്ടൊരു ചതി ഉണ്ടായതാ. ഗൗരി എന്താ പറഞ്ഞേ? പഞ്ചാബെങ്കിൽ പഞ്ചാബ്. ഉത്തരം ശരിയാ. അപ്പോ അവിടെ സ്വർണ്ണക്ഷേത്രം, ആ ഗോൾഡൻ ടെമ്പിൾ, ഇന്ദ്രൻബാലയും മറ്റുള്ള ആൾക്കാരും ഒളിച്ചിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവിടേക്ക് സെക്യൂരിറ്റി ഫോഴ്സിനെ അയച്ചതാണ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഹാർട്ട് ബീറ്റ് എങ്ങനെ നിൽക്കുന്നു? ഹൃദയം ഇടിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ നോക്കിയില്ല. ഒരു ഹൃദയം സ്വന്തമായിട്ടുണ്ടെന്ന് അറിയാനും ആ ഹൃദയത്തിന്റെ ഇടിയുടെ വേഗം എത്ര കൂടുതലാണെന്ന് അറിയാനും ഒക്കെ ഉപകരിക്കും. കുട്ടേട്ടാ, 90. അത് വലിയൊരു വിഷയമല്ല. എനിക്കൊന്ന് താങ്കൾ വളരെ കൂളാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ സംശയങ്ങൾ ഉണ്ടായി ഉത്തരങ്ങൾ തെറ്റുമെന്ന് വരുമ്പോഴും താങ്കളുടെ മുഖത്ത് സാധാരണ മത്സരാർത്ഥിയിൽ കാണുന്ന അമ്പരപ്പ് കാണുന്നില്ല. അമ്പരപ്പ് എവിടെയെന്ന് ഞാൻ സത്യത്തിൽ മുഖത്ത് നോക്കി അമ്പരന്നത് ഞാനാ. ഈ അമ്പരപ്പ് എവിടെ എന്ന് വിചാരിച്ചു. അപ്പൊ അമ്പരപ്പില്ലാത്ത ആളാണ്. ഇല്ല, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ആദ്യം മുതൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോ, ഇന്നിപ്പോ കുട്ടേട്ടനൊക്കെ എന്റെ പിന്നിലുണ്ട് ഹെൽപ്പ് ചെയ്യാൻ, മുന്നിലും കുട്ടേട്ടന്മാരുണ്ട്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ലൈഫിൽ പല ഡിസിഷൻസും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും ചോദിക്കാൻ ആരുണ്ടായിരുന്നില്ല. നിർണായകമായ ഒരു തീരുമാനം, ജീവിതത്തെ മാറ്റിമറിച്ച ഒരു തീരുമാനം എന്നെടുത്തു. ഡാൻസ് ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചത്, ഞാൻ വീണ്ടും വേദിയിൽ പെർഫോം ചെയ്യാൻ തീരുമാനിച്ചത് നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. നമ്മുടെ ഒരു സാധാരണ ഒരു സൊസൈറ്റി, ഞങ്ങളുടെ ഒരു നാട്ടുമ്പുറാണ്. അവൾ ഇനി വീണ്ടും നമ്മളൊരു കളർ സാരി കൊടുത്തവരെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിച്ചുവിന്റെ മരണത്തിന്റെ ഒക്കെ സമയത്ത് എനിക്ക് ഒരുപാട് ബന്ധുക്കളും ഒരുപാട് സുഹൃത്തുക്കളും, അയ്യോ നിന്നെപ്പോലെ നീ മാത്രമേ ഉണ്ടാവും എന്നോട് പറഞ്ഞ് എൻ്റെ കൂടെ നടന്ന 6 കൊല്ലം എൻ്റെ താങ്ങും തണലുമായി നടന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക്. ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ചെൻ്റെ സാരിയുടെ ഒക്കെ കളർ മാറി തുടങ്ങി, എൻ്റെ പൊട്ടിന് ഇത്തിരി സൈസ് കൂടി തുടങ്ങിയപ്പോൾ
ഇവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇവർക്ക് എന്നോട് എന്തായിരുന്നു ശരിക്ക്. അവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പാടില്ല. എന്താണ് അവരുടെ ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് സാറിന് മനസ്സിലാവുന്നുണ്ടാവും. എന്താണ് അവരുടെ ബുദ്ധിമുട്ട്? താങ്കൾക്കൊരു സാധനം ആൾക്കാർ കൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ചല്ലേ? അപ്പൊ അതിൽ നിന്ന് മാറി നടന്നാ പ്രശ്നമാവും. നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഇനി നമ്മൾ വരാൻ പോകുന്നത് 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 80,000 rupees. മോണിറ്റർ പ്ലീസ്. ഇനി നമ്മുടെ ഈ മണി എഴുതുന്നത്, റെയിൽവേയിലൊക്കെ മണി എഴുതുന്നത് സമയം, റെയിൽവേ ടൈം അറിയാലോ, റെയിൽവേ ടൈം 21 മണി എന്ന് പറഞ്ഞാൽ എത്രയാണ് മണി? എത്രയാ സമയം? ഓപ്ഷൻ എ രാവിലെ 6 മണി, ഓപ്ഷൻ ബി വൈകുന്നേരം 7 മണി, ഓപ്ഷൻ സി വൈകുന്നേരം 9 മണി, ഡി രാവിലെ 11 മണി, ഓപ്ഷൻ ഇ രാത്രി 11 മണി. വൈകുന്നേരം 9 മണി. ഉറപ്പാണോ? 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 ഉറപ്പാണ് സർ. ഉറപ്പാണോ? വൈകുന്നേരം 9 മണി. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു സർ. ഉത്തരം ശരിയാണ്. വൈകുന്നേരം 9 മണിയാണ്. രാവിലെ അല്ലെ 12 മണിയായി കഴിഞ്ഞാൽ പിന്നെ 13, 14, 15 അങ്ങനെ പോകും. അങ്ങനെ രാത്രി 9 മണിയാണ്. ഓക്കെ, അപ്പൊ എത്രയായി? 80,000 രൂപ. ഇതൊക്കെ പറഞ്ഞാ വിശ്വസിക്കോ? ഇല്ല. ഇനിയിപ്പോ അതിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ഇനി 1,00,000 രൂപയുടെ ചോദ്യമോ? ദൈവമേ, ലക്ഷാധിപതി. മിക്കവാറും ഡാൻസ് സ്കൂൾ കെട്ടേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നു വേണം അല്ലേ? എനിക്ക് കേരളത്തിൽ ഡാൻസ് തെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഒരു ഡാൻസ് തെറാപ്പി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ വളരെ നിരാശ കാമുകനാണ് എന്ന് വെച്ചു, എനിക്ക് വലിയ നിരാശയായി. അപ്പൊ അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഡാൻസ് പഠിപ്പിച്ചു, തെറാപ്പിയിലൂടെ എങ്ങനെ മാറ്റാൻ പറ്റും? എങ്ങനെയാണ് അയാൾക്ക് നിരാശ വന്നുള്ള അയാൾ നന്നായിട്ട് കേൾക്കും. ഒരാൾ നമ്മുടെ അടുത്ത് തെറാപ്പിക്ക് വരുന്നുണ്ടെങ്കിൽ, കൗൺസിലിങ്ങിന് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഡാൻസ് തെറാപ്പി ഡാൻസിലൂടെ നടത്തുന്ന ഒരു കൗൺസിലിംഗ് ആണോ? ഡാൻസ് മാത്രമല്ല, ഡാൻസ് പ്ലസ് നമ്മൾ അവരെ കേൾക്കുന്നു, സംസാരിക്കാനുള്ളൊരു സമയം കൊടുക്കുന്നു. അതിന് പിന്നെ ഞാൻ എന്റേതായിട്ട് യോഗ മൂവ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഞാൻ അതിനെ ക്ലാസിക്കൽ വൽക്കരിച്ച് കുറച്ച് യോഗ മൂവ്മെന്റ്സിനെ, അല്ലെങ്കിൽ ഡാൻസ് തെറാപ്പി ഫോറിൻ കൺട്രീസിൽ വളരെ ഫെമിലിയർ ആണ്. പക്ഷെ അവര് ബോൾ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഷോൾ മൂവ്മെന്റ്സ് ഒക്കെയാണ് ചെയ്യുക. അപ്പൊ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ കുറച്ചൊരു ക്ലാസിക്കൽ രീതിയിലാണ് ചെയ്യുക. അപ്പൊ ഈ ഗായകൻ സഹായിക്കൂ ഇതിനൊക്കെ? ഗായകൻ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, എന്റെ ഹസ്ബൻഡിന്റെയും ഫ്രണ്ടാണ്. ചെറുപ്പം മുതൽ എനിക്ക് അറിയാം. ഞങ്ങള് ഒരുമിച്ച് ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഞങ്ങളൊരു ചെറിയ ചാനൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങളൊരു മാധവം എന്ന് പറഞ്ഞിട്ടൊരു ഓൺ ക്രിയേഷൻ ഞങ്ങൾ ചെയ്തിരുന്നു. ഒരു ഉറക്കുപാട്ടാണ് കണ്ണന്റെ. പുള്ളിപ്പാടി ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തു. ഞാൻ അതിൽ ഡാൻസ് ചെയ്ത് മോളും ചെയ്തിട്ടുണ്ട് അതില്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഇപ്പൊ ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ കാമിനി മണി അമ്മ തന്നങ്ക സീമനി ചെന്നു പോകിന. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. പ്രിയ, ഇനി നമ്മൾ കളി കാര്യമാകാൻ പോകുന്നു. ഇനി 1,00,000 ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അത് ഇവിടെ അല്ല കളിക്കുന്നു. കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ എനിക്കൊന്ന് മോൾക്കും കൂടി ഇതിനകത്തൊന്ന് കയറി സഞ്ചരിച്ചാൽ കൊള്ളാൻ തോന്നുന്നു ഇപ്പൊ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു 3-4 ലെവലിലൊക്കെ വരുമെന്ന് വിചാരിച്ചോ? ഇല്ല സർ. ഇല്ല. എന്തിനാ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്? എനിക്കൊരു ക്ലാസ്, ഞാൻ കോവിഡ് സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, ഒരു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കെട്ടിടത്തിൽ വാടകയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് വരെ ശരിക്കും കോവിഡ് കാലം ഒരു പാഠം തന്നതാണ്. അന്ന് വരെ ഞാൻ അതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല. നമ്മൾ അവിടെ വരുന്നു, ആൾക്കാരെ പഠിപ്പിക്കണോ വിടണു. പക്ഷെ കോവിഡ് കാലം വന്നോടെ നമുക്ക് വാടക കൊടുക്കാൻ പറ്റാണ്ടായി, ക്ലാസ്സും എടുക്കാൻ പറ്റാണ്ടായി. പക്ഷെ അവർ നമ്മളോട് വാടക മേടിച്ചില്ല കേട്ടോ, അവര് മേടിച്ചില്ല. പക്ഷെ ഒരു വർഷമായിട്ടും ഇവിടെ കൽപ്പണിക്കാരൻ മുതൽ പൂജാരി വരെ ജോലിക്ക് പോയിട്ടും നമുക്കൊരു മാറ്റം വന്നില്ല. അപ്പോ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അയാളോട് പാവം തോന്നി. കാരണം അവർക്ക് വേറെ ആളുകൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പെൻഡിങ്, എന്റെ എപ്പോൾ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞത്. പക്ഷേ കോവിഡ് അവിടെയല്ല സത്യത്തിൽ എന്നെ പറ്റിച്ചത്. കോവിഡ് ഇക്കൊല്ലം നമ്മളെ തുടക്കത്തിലൊന്ന് പറ്റിച്ചു. അത് മാറി കാര്യങ്ങൾ സ്മൂത്തായി എന്നൊന്ന് കൊതിപ്പിച്ചു. അതിനു വേണ്ടി ഞാൻ അതിന്റെ ഇരട്ടി വാടക കൊടുത്തു. അത്രയും കാലം വരുമാനം ഇല്ലാതെ നിൽക്കുന്ന ഞാൻ കംപ്ലീറ്റ് അതുവരെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ ഈ ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെച്ച് ഉണ്ടാക്കണതാ. മോളുടെ പേര് ഒരു FD ഇട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് പിന്നെ ഞാൻ വെച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം, എന്റെ കഴിവിൽ എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ പ്രിയോട് ഒരു കാര്യം പറയാം. ഈ പരിപാടി അവസാനിക്കുമ്പോൾ താങ്കളെ തേടി ഒരുപാട് കുട്ടികൾ വരും. 2 കാര്യമുണ്ട്. ഒന്ന്, ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്കുണ്ട്. 2, താങ്കൾക്ക് ഡാൻസ് തെറാപ്പിയിൽ വൈദഗ്ധ്യമുണ്ട്. അപ്പോ ഏതുകൊണ്ടും താങ്കളുടെ സ്ഥാപനം മേൽക്കുമേൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടാൻ. ഓക്കെ, അപ്പൊ അത് മതി. ഓക്കെ, അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ കാര്യം. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന അറിയാം, നമ്മൾ ഈ
മരണത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്ത് Yes. ഈ അവസാന ഊർത്തനെടുക്കും നമ്മൾ ലാസ്റ്റ് ഒരു വലി വലിക്കും. അതെ, അവസാനത്തെ ആ ഊർത്തൻ. വലി വലിക്കുമ്പോഴാണ് നീ എന്തൊക്കെയാണടാ ചെയ്തു കൂട്ടിയത് ഈ ലോകത്ത് അതെ, എന്നൊരു ചോദ്യം എന്തൊക്കെ ചെയ്തു വരും. കൂട്ടി, അതെ. അപ്പം നമ്മൾ പറയും രോഗങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ, പറ്റിയിട്ടുള്ളൂ, അതെ. ഒരുപാട് കോടികൾ ഞാൻ സമ്പാദിച്ചു കൂട്ടി അതെ, ദ്രോഹങ്ങൾ എന്നൊന്നും പറയാൻ ഒരു കാര്യമില്ല. അതെ. നമ്മൾ എത്ര പേരുടെ കണ്ണീരൊപ്പി Yes, എന്നത് sir. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ നന്മയുടെ കേദാരമായിരുന്നു എന്ന് തെളിയിച്ചാല് മരണം സുഖകരമായിരിക്കും. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ വലിയ കുറച്ച് നീളം കൂടും. നീളം കൂടും. അപ്പൊ ഇനി നമുക്ക് 1 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്. ഇനി പറയുന്നവയിൽ ജീവിതത്തിന്റെ ആദ്യഘട്ടം വെള്ളത്തിലും പിന്നെ കരയിലും ജീവിക്കുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ എ കടലാമ, ഓപ്ഷൻ ബി കടൽപ്പാമ്പ്, ഓപ്ഷൻ സി മുതല, ഓപ്ഷൻ ഡി കടൽക്കാക്ക, ഓപ്ഷൻ ഇ കൊതുക്. ജീവിതത്തിന്റെ ആദ്യഘട്ടം വെള്ളത്തില് പിന്നെ കരയില്. കടലാമ അല്ല, കടൽക്കാക്ക അല്ല, കൊതുകല്ലേ? കൊതുക് കൂത്താടിയായിട്ട് ആദ്യം വെള്ളത്തിലല്ലേ ജീവിക്കാം, പിന്നീട് അത് വെള്ളത്തിൽ ജീവിക്കില്ലല്ലോ. കൊതുകായി കഴിഞ്ഞാൽ പിന്നെ ഇലയുടെ അടിയിലും ഒക്കെ അല്ലേ അതിങ്ങനെ പോയിരിക്കുക. കൊതുകായിരിക്കും സർ. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കൊതുക്. കടലാമ അല്ല, അല്ല. കടൽപ്പാമ്പ്. പക്ഷെ കടൽപ്പാമ്പ് കരയിൽ വേറെ പാമ്പ് ഉണ്ടല്ലോ ഓൾറെഡി. അല്ലേ? അപ്പൊ സ്പേസ് കിട്ടത്തില്ല. മുതല കടലാമ കടലിൽ തന്നെ ആയിരിക്കും അല്ലേ? കൊതുക് തന്നെയായിരിക്കും സർ. കൊതുക് തന്നെയായിരിക്കും. കൊതുക് തന്നെയായിരിക്കും. അപ്പോ താങ്കൾ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്. എന്റെ നിർഭാഗ്യവശാൽ 1 ലക്ഷം രൂപ എന്റെ കീശ കീറി. അപ്പൊ ആദ്യഘട്ടം വെള്ളത്തിലും കൂത്താടിയായിട്ടൊക്കെ ഉള്ള ജീവിതം, അത് കഴിഞ്ഞ് കരയിലേക്കും കയറുന്നു. അപ്പൊ കൊതുകാണ് ശരി ഉത്തരം. അപ്പൊ 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, ലക്ഷാധിപതി. ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ലക്ഷാധിപതി ആകുന്നത്? കയ്യിൽ വന്നിട്ടുണ്ട്, കൈ വന്നിട്ടുണ്ട്, കൈ ഉടനെ കൊടുത്തിട്ടുണ്ട്. അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഈ ഡാൻസ് പഠിച്ചൊരു സംസാരിക്കുമ്പോഴേ അറിയാതെ ഡാൻസിന്റെ ചില ഭാവങ്ങൾ വരും. ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോ കുറെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തു പോകാറുണ്ട്. എന്റെ എല്ലാ ആക്ഷനിലും ഒരു ഓവർ ഈ എക്സ്പ്രഷൻ വിജയേഷുമായിട്ടുണ്ടായിരുന്ന ദാമ്പത്യ കാലത്തൊക്കെ തന്നെ ഈ നിങ്ങളെ ഭാര്യാഭർത്തൃ സംസാരമൊക്കെ വളരെ പുരോഗമിച്ചു പോകുന്ന സമയത്ത് ഈ ഡാൻസ് മൂവ്മെന്റ്സും കൈമുദ്രയൊക്കെ വരുമോ? പെരുമാറ്റത്തിൽ എപ്പോഴും ഒരു നാഗവലി വരാറുണ്ട്. നാഗവലി വരുമോ? താങ്കൾ ഒരു ദേഷ്യക്കാരിയായിരുന്നു? ഞാൻ ഇപ്പോഴും ദേഷ്യക്കാരിയാണ്. ആണോ? ക്ഷിപ്രകോപി. എന്താ ഈ കോപത്തിന്റെ അടിസ്ഥാനം? എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ഫ്രസ്ട്രേഷൻ കംപ്ലീറ്റ് ഞാൻ തീർക്ക് ദേഷ്യപ്പെട്ടിട്ടാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ജെന്യൂൻ ആയിരിക്കും, പക്ഷെ ഞാൻ പറയാതെ ഈ അപ്രിയമായ സത്യം അപകടം പിടിച്ചതാണെങ്കിലും പുറത്തു പറയുമെന്നുള്ള ദാർഷ്ട്യമുള്ളിലുണ്ടോ? നമസ്കാരം. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇങ്കർ മോണിറ്റർ. എത്രാമത്തെ വാർഷികമാണ് സുവർണ ജൂബിലി? ഗോൾഡൻ ജൂബിലി എന്ന് ഇംഗ്ലീഷ്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 75, ഓപ്ഷൻ ഡി 100. 10, 25, 50, 75, 100. സുവർണ ജൂബിലി 75 ആണോ എന്നാണ്. സിൽവർ ജൂബിലി 50 ആണോ? ആത്മവിശ്വാസത്തോടെ പറയും. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം നിങ്ങൾ സുവർണ ജൂബിലി എന്ന് പറഞ്ഞിരുന്നു അന്ന്. പറഞ്ഞിരുന്നു. ഓപ്ഷൻ സി 50. 50? യെസ് സർ. കൂട്ടോ? കൂട്ടിക്കോ സർ. കൂട്ടോ? യെസ്. എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായോ Yes, ടെൻഷൻ sir. കയറിയിട്ട്? 50 ആണോ? ഇനി പൂട്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം അൺഫോർച്ചുനേറ്റ്ലി ശരിയാണ്. തെറ്റായിരിക്കും ചെറുതായിട്ട് 75 ആണോ 50 ആണോ ഒരു. അപ്പോ ഇപ്പൊ എന്താ കളി? 2 ലക്ഷം രൂപയുടെ ഉടമയായി മാറിക്കഴിഞ്ഞു. 2 lakhs. ഇനിയിപ്പോ സൂക്ഷിച്ച് കളിക്കണം. ഇനി നമ്മൾ 3 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 3 lakhs. മോണിറ്റർ പ്ലീസ്. എത്ര രൂപ വേണ്ടി വരും മറ്റേ ഡാൻസ് സ്കൂൾ കെട്ടാനായിട്ട്? അത് ആലോചിച്ചോ? എനിക്ക് സ്ഥലമില്ല സർ. അതിലേക്ക് എന്തെങ്കിലും ഒന്നും ആയാൽ ബാക്കി ഞാൻ ക്ലാസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ലോൺ. ഫിക്സഡ് ഡിപ്പോസിറ്റ് കിടന്ന പൈസ എല്ലാം തീർന്നു പോയോ? അല്ല സർ, രണ്ടാമത്തെ ക്ലാസ് ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞില്ലേ, എനിക്ക് രാമനാട്ടുകര ഒരു സ്ഥലം കിട്ടിയില്ല. അങ്ങനെ പിന്നെ എടുത്തത് ഇരട്ടി ഡെപ്പോസിറ്റ്. അവര് പക്ഷേ ഈ മാസം വരെ വാടക മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ് ഇല്ലെങ്കിലും. 20,000 ആണ് അവിടെ റെന്റ്. അപ്പൊ എനിക്ക് എല്ലാ മാസം ഞാനിപ്പോ ഓൺലൈനായിട്ട് കുറച്ച് പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് കിട്ടുന്നത് ഒപ്പിച്ച് 1-ാം തീയതി 20,000 ഇങ്ങനെ കൊണ്ടുപോകും. അവർ ഈ പരിപാടി കണ്ടിട്ടുണ്ട്, അവരിപ്പോ കണ്ടോണ്ടിരിക്കുക. അവർ ഈ വാടക വേണ്ട, ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. അവർ ഈ വാടക വേണ്ടെന്ന് വെച്ചു. താങ്കളുടെ ഈ വേദനയുടെ ലോകം അവരിപ്പോഴും അവർ മനസ്സിലാക്കുന്നത്. അപ്പോ അത് വേണ്ടാന്ന് വെച്ചു. പോട്ടെ, അത് പോട്ടെ. അവര്
നിങ്ങൾക്ക് നല്ലതേ വരൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കണം. 3 lakhs rupees. നമുക്കൊരു ദൃശ്യം കണ്ടാലോ? ഓക്കെ സർ. അപ്പൊ നമ്മുടെ മനോഹരമായ ആ ദൃശ്യത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ അപാരം. അപാരം. അതിനൊക്കെ അതേ മറുപടി ഉള്ളൂ. അതെ. ചോദ്യം ഇതാണ്. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. ഇപ്പൊ ഹാർട്ട് ബീറ്റ് കുറച്ചൊന്ന് കൂടിയെന്ന് തോന്നി. ഇപ്പൊ സ്വല്പം കൂടിയിട്ടുണ്ടാവും. കുറച്ചുണ്ട്. ഹാർട്ട് ബീറ്റ് പ്ലീസ്. 121. 1 to 1. അത്ര മോശമല്ല കേട്ടോ. അപ്പോ ഇനി ചോദ്യത്തിലേക്ക്. കമലഹാസന്റെ ഈ ദൃശ്യം കണ്ടല്ലോ. ഏതാണ് ഈ സിനിമ? ഓപ്ഷൻ എ വാഴ്വിമായം, ഓപ്ഷൻ ബി സാഗര സംഗമം, ഓപ്ഷൻ സി സിന്ധു ഭൈരവി, ഓപ്ഷൻ ഡി ഭരതം, ഓപ്ഷൻ ഇ ഭരതനാട്യം. ഓപ്ഷൻ സി സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. വാഴ്വേമായമല്ല. വാഴ്വേമായമല്ല. സാഗര സംഗമം ഒരു കടലിന്റെ അവിടെ നിന്നൊക്കെ ഡാൻസ് ചെയ്യുന്ന സാഗര സംഗമം അല്ലാന്ന്. സാഗര സംഗമം ഭരതമല്ല, ഭരതനാട്യം ഒന്നുമല്ല. സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. 3 ലക്ഷത്തിന്റെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. തെറ്റിയാൽ അത് 20,000 ആക്കും. അറിയാമല്ലോ. പിൻവാങ്ങിയാൽ 1 ലക്ഷം ആക്കും. പിടിവള്ളി ഉപയോഗിച്ചാൽ സാഗര സംഗമം സർ. ആണോ? ഓപ്ഷൻ ബി സാഗര സംഗമം. കൃഷ്ണ. പൂട്ടാമോ? പൂട്ടാം സർ, പൂട്ടാം. പൂട്ടിക്കഴിഞ്ഞു. കമലഹാസൻ അവതരിപ്പിച്ച ആ സംഭവം 1983 വന്ന ചിത്രമാണ് സാഗര സംഗമം. പക്ഷേ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുട്ടിയൻ ഗൗരിക്ക് അറിയാമോ? ഗൗരി, അപ്പൊ 1 കോടിയിൽ താങ്കൾ എത്തട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ഏതാണ്? കമലഹാസന്റെ ഈ അപൂർവമായ പ്രകടനമുള്ള ചിത്രം എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ഓപ്ഷൻ ബി തെരഞ്ഞെടുത്തു. സാഗര സംഗമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാഗരത്തോളം വലിപ്പമുള്ള അഭിനയശേഷിയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. അതുകൊണ്ട് തന്നെ ഉത്തരം ശരിയാണ്. അപ്പൊ ഗായകൻ അതുപോലെ പ്രകടനം കാണിക്കാൻ പറ്റുമോ? കമലഹാസൻ ചെയ്തപോലെ? ഉറപ്പായിട്ടും അതുപോലെ ഞാൻ ചെയ്യാം വേണമെങ്കിൽ. ഓഡിയോ ഒന്നിട്ടാലോ? ഓക്കെ, സൂപ്പർ സൂപ്പർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അതിലും സന്തോഷം വരുന്ന ഒരു കാര്യം. സന്തോഷം വെച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് ഇനി കിടക്കുന്നത്. 5 lakhs rupees. ഇപ്പൊ ഹാർട്ട് ബീറ്റ് കൂടുന്നോ? ലക്ഷങ്ങൾ കൂടുമ്പോ ഹാർട്ട് ബീറ്റ് കൂടുമല്ലോ. ഈ ഹാർട്ടിനും പൈസയുടെ താല്പര്യം കാണുന്നു. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ഇനി വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം. വാതിലിൽ മുട്ടുകേട്ട ഒരു സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചു. പുറത്തുനിന്ന് വന്ന മറുപടി നിന്റെ അമ്മായിയമ്മയുടെ അമ്മയാണ് എന്റെ അമ്മായിയമ്മ എന്നായിരുന്നു പറഞ്ഞു. എങ്കിൽ ആരാണ് ആ സ്ത്രീയുടെ വാതിൽ മുട്ടിയത്? ഓപ്ഷൻ എ ഭർത്താവ്, ഓപ്ഷൻ ബി അച്ഛൻ, ഓപ്ഷൻ സി അമ്മായിയമ്മ, ഓപ്ഷൻ ഡി അമ്മായി അച്ഛൻ, ഓപ്ഷൻ ഇ മരുമകൾ. നിന്റെ അമ്മായിയമ്മയുടെ അമ്മയാണ് എന്റെ അമ്മായിയമ്മ.
നിന്റെ അമ്മയുടെ അമ്മ എന്റെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മ. നിന്റെ അമ്മായിയമ്മയുടെ അമ്മ എന്റെ അമ്മായിയമ്മ. അമ്മയാണ് എന്റെ അമ്മായിയമ്മ. ആ സ്ത്രീയുടെ അമ്മായിയമ്മ ആരായിരിക്കും എന്നുള്ളതാണ്. അതായത് നിന്റെ അമ്മായിയമ്മയുടെ അമ്മയാണ് എന്റെ അമ്മായിയമ്മ എന്നാണ് പറയുന്നത്. അമ്മായിയച്ഛനായി. അതെങ്ങനെയാവും? എനിക്കത് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഉത്തരം ശരിയാണോന്ന് പരിശോധിക്കാം. ഒരു സ്ത്രീ ആരാണെന്ന് ചോദിച്ചു. പുറത്തുനിന്ന് മറുപടി നിന്റെ അമ്മയുടെ അമ്മയാണ് എന്റെ അമ്മായിയമ്മ. അമ്മായിയച്ഛൻ. അമ്മായിയച്ഛനാണെങ്കിൽ ഒന്ന് പറഞ്ഞു വന്നേ. ഞാനാണ് ഈ താങ്കൾ പറഞ്ഞ ഉത്തരം. ഞാനാണ് വാതിൽ മുട്ടിയതായിട്ട് പറയുന്നത്. എന്ന് സങ്കല്പിച്ചു, ഒന്ന് കറക്റ്റ് ഒന്ന് പഠിച്ചു നോക്കി. എന്റെ അമ്മയുടെ. അപ്പൊ എന്റെ ആരാണ്? ഞാൻ മരുമകൾ. അമ്മായിയച്ഛനാണ് വരുന്നതെങ്കിൽ ഞാൻ മരുമകളാണ്. തുറന്നു തരുന്ന മരുമകളല്ലേ ആയിരിക്കില്ലേ? ഉറപ്പിക്കാമോ? അമ്മായിയച്ഛൻ. ഉറപ്പിക്കാമോ? അമ്മായിയച്ഛനായിരിക്കും. അമ്മായിയച്ഛൻ ഉറപ്പിക്കാമോ? അമ്മായിയച്ഛൻ ഉത്തരം ശരിയാണ്. അമ്മായിയച്ഛൻ വന്ന് വാതിലി മുട്ടാൻ വന്ന നേരം അപ്പൊ യഥാർത്ഥത്തിൽ ഈ അമ്മായിയച്ഛന് വന്ന് മുട്ടാൻ തോന്നിയത് മരുമകളാ വന്ന് വാതിൽ തുറന്നത്. മരുമകളോടാ പറഞ്ഞത് 5 ലക്ഷം രൂപ, 5 lakhs. അമ്മായിയച്ഛൻ വന്ന് മുട്ടിയതും മരുമകൾ മുതൽ തുറന്നതും 5 ലക്ഷം രൂപ കിട്ടിയതും എല്ലാം ഓക്കെ ആയിരുന്നു. ഈ അടുത്ത എത്ര ലക്ഷം രൂപയുടെ ചോദ്യമാണെന്ന് അറിയാമോ? അറിയില്ല സർ. 10 ലക്ഷം രൂപയുടെ ചോദ്യം. 10 ലക്ഷം. അയ്യോ, ടെൻഷൻ ഉണ്ട് സർ. ഇപ്പൊ പ്രാർത്ഥിച്ച് ഞാനാ തുടങ്ങുന്നത്. 10 ലക്ഷം രൂപ മാത്രവുമല്ല, താങ്കൾ ലെവല് മാറുന്നു. കുട്ടേട്ടാ, ആയുധമെടുക്കൂ. ജീവിതത്തിൽ എന്നെങ്കിലും 10 ലക്ഷം രൂപയുടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല സർ. ഇല്ല. ഇത് 1 കോടിയുടെ മത്സരം. ഇത് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടരുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്കത് ഇത്തിരി കാര്യമായിട്ട് കളിക്കാം. ഓക്കെ, മോണിറ്റർ പ്ലീസ്. അപ്പൊ വളരെ സൂക്ഷിക്കുക, ബി സീരിയസ്. 10 ലക്ഷം രൂപയുടെ 10 lakhs rupeesന്റെ ചോദ്യമാണ്. ഭൂഖണ്ഡ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി കാനഡ, ഓപ്ഷൻ ഇ ഓസ്ട്രേലിയ. കോണ്ടിനെന്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന കൺട്രി. കോണ്ടിനെന്റ് ഐലൻഡ്. 10 ലക്ഷം രൂപയുടെ ചോദ്യം. ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ? കുട്ടേട്ടാ, ഹാർട്ട് ബീറ്റ് പ്ലീസ്. നോക്കട്ടെ. വളരെ കൂളായി. ഇനിയിപ്പോ മൈനസ് പോവാണോ എന്തോ അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മാത്രല്ല കുട്ടേട്ടന്റെ പിടിവള്ളി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു പിടിവള്ളി ബാക്കി കിടക്കുന്നു. മാത്രല്ല ഈ 10 ലക്ഷത്തിലായതുകൊണ്ട് പിടിവള്ളിയിൽ 3 ഉത്തരങ്ങൾ കാണിക്കും. ബാക്കി 2 മായിക്കോളെ. ഓസ്ട്രേലിയ. ആത്മവിശ്വാസത്തോടെ പറയണം. ഓസ്ട്രേലിയ സർ. ഓസ്ട്രേലിയ. കൂട്ടാമോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ബന്ധുക്കൾ ആരെങ്കിലും? ആരുമില്ല സർ. ആരുമില്ല. ബന്ധുക്കളെ കുറവ്. ഓസ്ട്രേലിയയിൽ തീരെയില്ല. ഈ ജീവിതത്തിൽ താങ്കൾ ഏറ്റവും സഹായിച്ചതാരാണ്? വിജേഷാണ്. വിജേഷ് കഴിഞ്ഞാൽ ഓർമ്മ പുസ്തകത്തിൽ നമുക്ക് എപ്പോഴും ഒരു നല്ല ചിത്രം കാണണമെന്ന് തോന്നുന്ന ഒരാൾ സജിത്താണ്. ഓക്കെ, അപ്പോ കോണ്ടിനെന്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ എന്ന് പറയുന്നു. 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കൂട്ടാൻ ഞാൻ റെഡിയാണ്. താങ്കൾ റെഡിയാണോ? റെഡിയാണ് സർ. ഉത്തരം ശരിയായിരിക്കുമോ? ശരിയാകണം. അതൊരു ആഗ്രഹമല്ലേ? ആഗ്രഹമാണ്. ഈ ഉത്തരം ശരിയാണെങ്കിൽ ഈ വേദിയിൽ 10 ലക്ഷം രൂപ നേടുന്ന ആദ്യത്തെ മത്സരാർത്ഥി താങ്കളായിരിക്കും. അപ്പൊ ഓസ്ട്രേലിയ. കണ്ണെന്ന് പറഞ്ഞേ. അവള് കണ്ണം കടച്ച് ഇല്ലേ? അവളിങ്ങനെ കണ്ണടച്ചിരിക്കോ കൂടെ കൂടെ? ഓക്കെ, അപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ ഈ മരമോന്തയ്ക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക്? ശരിയാണ്. ഈ മരമോന്തയിൽ വായിച്ചെടുത്തോ താങ്കൾ? ശരിയാണ് സർ. എങ്കിൽ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ വായിച്ചെടുക്കുന്നത്. എന്നാൽ വായിച്ചെടുത്ത ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്. ഓസ്ട്രേലിയയാണ്
ശരി ഉത്തരം ഓപ്ഷൻ ഇ കോണ്ടിനെന്റ് ഐലൻഡ്. എങ്ങനെ മനസ്സിലായത്? ഓസ്ട്രേലിയ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഐലൻഡ് എനിക്ക് അങ്ങനെ തോന്നി. ഐലൻഡ് ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി എന്തോ അങ്ങനെ തോന്നി. എന്തായാലും നന്നായി. താങ്കളുടെ ആ ഒരു ഗസിംഗ് ആയിരുന്നെങ്കിൽ പോലും അത് താങ്കൾക്ക് 10 ലക്ഷം രൂപയാണ് നേടിത്തന്നത്. ഇനിയിപ്പോ അടുത്തത് 15 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വേണേ ഒന്ന് പിടിച്ചോളൂ അവിടൊക്കെ. ഇനിയിപ്പോ ഒന്ന് കാര്യം വീഴരുത് കേട്ടോ, വീഴാതെ മുന്നോട്ട് കൊണ്ടുപോവാ. അപ്പൊ നമ്മൾ 15 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 15 lakhs. മാത്രമല്ല വേറൊരു അത്ഭുതം കൂടെ സംഭവിക്കാൻ പോകുന്നു. വെറും 7 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ 1 കോടിയിലേക്ക്. 7 ചോദ്യങ്ങൾ മാത്രം. അപ്പൊ നമുക്ക് ഇനി 15 ലക്ഷത്തിലേക്ക് പോയാലോ? അപ്പോ മോണിറ്റർ പ്ലീസ്. പിരാനകൾക്ക് പ്രശസ്തമായ നദി ഏതാണ്? പിരാന അറിയാമോ? ലോകത്തിലെ ഏറ്റവും അപകടകരമായ മത്സ്യമാണ് പിരാന. ഇതിന് പ്രശസ്തമായ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ആമസോൺ, ഓപ്ഷൻ സി നൈൽ, ഓപ്ഷൻ ഡി സിന്ധു, ഓപ്ഷൻ ഇ ടൈഗ്രീസ്. പിരാനകൾക്ക് പ്രശസ്തമായ നദി ആമസോൺ എന്നാണ് മനസ്സിലായത്. ആമസോൺ, പിരാന, ആമസോൺ, ടൈഗ്രീസ് ആണോ? ആമസോൺ, ആമസോണിൽ അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഉറപ്പിച്ചോ? ആമസോൺ ഉറപ്പിച്ചോ? എനിക്ക് ഒരു ആമസോണിലെ അതിന്റെ ഒരു വീഡിയോ കണ്ടതായിട്ട് ഇങ്ങനെ ഒരു പിരാനകൾ ഇങ്ങനെ ഓർമ്മയുണ്ട് വരുന്നതായിട്ട്. ആമസോൺ എന്നാണ്. പൂട്ടാമോ? പൂട്ടിക്കോളൂ സർ. അത് വേറെ ഏതെങ്കിലും നദിയിലാവൂ? ഓപ്ഷൻ ബി ആമസോൺ. ഓപ്ഷൻ ബി ആമസോൺ. പൂട്ടോ? പൂട്ടിക്കോളൂ സർ. മോളും പറയുന്നത് ഒന്ന് കൂട്ടിക്കോളൂ, ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കോളൂ അല്ലേ? ഓപ്ഷൻ ബി ആമസോൺ. കൂട്ടാൻ പോകുന്നു. പ്രേക്ഷകരുടെ ശ്വാസമെടുപ്പ് കൂടുകയാണ്. താങ്കൾക്ക് 15 ലക്ഷം കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത്. ചിലപ്പോൾ 1 കോടിയിൽ പ്രിയ എത്തിയെന്ന് വരും, പറയാൻ പറ്റില്ല. കാര്യം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 15 ലക്ഷം രൂപ പിരാനയുടെ വായിലാകുമെന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ പിരാന കരുണ കാണിച്ചു. താങ്കൾക്ക് 15 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞു. 15 lakhs, 15 ലക്ഷം. ഇനിയിപ്പോ എന്ത് ചെയ്യും ഈ പൈസ എല്ലാം കൂടെ കൊണ്ട്? നമുക്ക് ഗൗരീശങ്കരം. അത് അങ്ങനെയാണല്ലേ. ഇപ്പൊ ഈ ഡാൻസ് സ്കൂൾ തുടങ്ങണം, പിന്നെ കോഴിക്കോട് വല്ല വണ്ടി ഒറ്റ വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണ്. പ്രൈവറ്റ് ബസ് സർവീസ് ആരംഭിക്കുക. ഇനി 6 ചോദ്യങ്ങൾ മാത്രം. 6 ചോദ്യങ്ങൾ കടന്നാൽ താങ്കൾ കോടീശ്വരി. 1 കോടിയിലെത്തും. ഒരു പിടിവള്ളി ബാക്കിയാകുന്നു. കുട്ടേട്ടനും ആകാംക്ഷയോടെ നിൽക്കുക. ആ കുട്ടേട്ടന്റെ ആകാംക്ഷയ്ക്ക് അറുതിയാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോടിയിലെത്തിയെന്ന് വരും. ഇനി നമ്മൾ 20 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 20 lakhs അല്ലേ? ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ മോണിറ്റർ. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി യമുന, ഓപ്ഷൻ ഡി കാവേരി, ഓപ്ഷൻ ഇ ഗോദാവരി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇന്നും പ്രവർത്തിക്കുന്ന അണക്കെട്ടാണ്. 15 ലക്ഷം കയ്യിലുണ്ട്, പിടിവള്ളിയുണ്ട്. തെറ്റിയാൽ 1.5 ലക്ഷമാകും, പിൻവാങ്ങിയാൽ 7.5 ലക്ഷം, ശരി പറഞ്ഞാൽ 20 ലക്ഷം. അങ്ങനെ ആകെ കൂടെ ചേക്കാപ്പൊക്കെയായിട്ട് ഗംഗാ നദിയുടെ കുറുകെ അണക്കെട്ട്. സംശയമുണ്ടോ? സംശയമുണ്ട്. പിടിവള്ളി എടുത്താലോ? പിടിവള്ളി. അപ്പൊ കുട്ടേട്ടനോട് വിളിച്ചോളൂ. പിടിവള്ളിക്ക് കുട്ടേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്റെ മെമ്മറിയിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കാം, അല്ലെങ്കിൽ ഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. അപ്പൊ യമുന, കാവേരി, ഗോദാവരി, ഇത് 3-ൽ 1 ഉത്തരം. ആലോചിച്ച് ഉത്തരം പറയണം, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വളരെ പണിപ്പെട്ട് നേടിയ പൈസ മുഴുവൻ ഇല്ലാതെയാകും. കാവേരി. കാവേരി കൂട്ടാമോ? കാവേരി. ഓപ്ഷൻ ഡി കാവേരി. കൂട്ടാമോ? കൂട്ടിക്കോളൂ സർ. ഉറപ്പിക്കോ? ഉറപ്പിച്ചോളൂ സർ. നീ ഉറപ്പിച്ചു കഴിയുമ്പോ നദി മാറുമോ? ഇല്ല സർ. ഓപ്ഷൻ ഡി കാവേരി. 20 ലക്ഷത്തിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് കാവേരി മാറണമെന്നില്ല. ഞാൻ ചോദിക്കുന്നത് കാവേരി തന്നെയാണല്ലോ, ഉറപ്പിക്കുകയാണല്ലോ. ഓപ്ഷൻ ഡി കാവേരി. കൂട്ടിക്കോ?
കുട്ടി കുളി ഊട്ടി. നമ്മള് എങ്ങനെ ഇങ്ങോട്ട് വന്നത് എല്ലാവരും കൂടെ? കാറിലാണോ? എന്റെ വണ്ടി പോയിട്ട് താങ്കളുടെ കാറിലേ എന്റെ കാറിലാ. വണ്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ താങ്കൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ. നമുക്ക് വളരെ സന്തോഷ സമേതം താങ്കളെ യാത്രയാക്കാൻ സമയം ആകുന്നില്ല. ഉത്തരം ശരിയാണ്. ചോള രാജാവായ കലികാല ചോളൻ, അദ്ദേഹത്തിന്റെ കല്ലണ എന്ന അണക്കെട്ടാണ്. തിരുച്ചിയിലാണത്. അപ്പോ കാവേരിക്ക് കുറുകയാണ്, ഈ നദിക്ക് കുറുകയാണ് ഈ അണക്കെട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു അണക്കെട്ടാണ്. ഇന്നും ഈ അണക്കെട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് അന്ന് അണക്കെട്ട് കെട്ടിയപ്പോൾ ഉണ്ടായ സുഖം. ഓക്കെ, അപ്പോ 20 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ആദ്യമായിട്ട് താങ്കൾ, അതായത് ഇങ്ങനെ ചെറുതായി പോയി ആദ്യമായിട്ട് മറുപടി വരുന്ന ആള് താങ്കളാണ്. മറ്റേതാണ് 50 ലക്ഷത്തിലൊക്കെ ആൾക്കാരെ മറുപടി. അപ്പൊ 20 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിലുണ്ട്. ഓക്കെ സർ. ഹാർട്ട് ബീറ്റ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ? നോർമലാണ്. നോർമലാണോ? ഉറപ്പാണോ? അതെനിക്കൊരു സംശയമുണ്ടോ നോർമലാണോ എന്ന്. ഹാർട്ട് ബീറ്റ് പ്ലീസ് കൂട്ടേട്ടാ. അയ്യോ, ഇതെന്തൊരു ആർട്ട്! ഇത് പൈസ കൂടുതൽ കിട്ടുന്നതിന് ഈ ആർട്ടിന് ഒരു ഫീലിംഗ് ഇല്ലാത്ത ആർട്ടാണല്ലോ ഇത്. മോളെ, ഇത് എന്തൊരു ആർട്ടായി അമ്മയ്ക്കുള്ളത്? മോക്കം തോന്നിയിട്ടില്ലേ അത്? അങ്ങനെ തോന്നിയിട്ടില്ല. അമ്മ എപ്പോഴും ഒരേപോലെ തന്നെ കൂളായിട്ടിരിക്കും. കൂളായിട്ടിരിക്കും അല്ലേ? പിന്നെ എപ്പോഴാ ഈ ക്ഷിപ്ര കോപം വരുന്നത്? അത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോയ വാളം എടുത്തിട്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി എത്ര രൂപയുടെ ചോദ്യമാണെന്ന് അറിയാൻ വരാൻ പോകുന്നത്? 25 ലക്ഷം, 1/4 കോടി. ഓ, ഈ എന്റെ കോടീശ്വരി നമോ ആകം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ പ്ലീസ്. സത്യത്തിൽ ഇനി ടെൻഷൻ മൊത്തം പ്രിയക്കല്ല, എനിക്കാ ടെൻഷൻ. എന്റെ കീശ ഇങ്ങനെ വെളുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ചോദ്യം ഇങ്ങനെയാണ്. ലോകത്തെ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് അവാർഡ് 2020 മെസ്സിക്കൊപ്പം പങ്കിട്ടത് ഇനി പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓപ്ഷൻ ബി വിരാട് കോഹ്ലി, ഓപ്ഷൻ സി നൊവാക് ജോക്കോവിച്ച്, ഓപ്ഷൻ ഡി കെയ്ൻ വില്യംസൺ, ഓപ്ഷൻ ഇ ലൂയിസ് ഹാമിൽട്ടൺ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ, വിരാട് കോഹ്ലി ആണോ, നൊവാക് ജോക്കോവിച്ച് ആണോ, കെയ്ൻ വില്യംസ് ആണോ, ലൂയിസ് ഹാമിൽട്ടൺ ആണോ? സൂക്ഷിച്ച് ഉത്തരം പറയണം. 1/4 കോടിയുടെ ചോദ്യമാണിത്. മെസ്സിക്കൊപ്പം ലോറസ് അവാർഡ് പങ്കുവച്ച കായിക താരം, ലോകത്തെ മികച്ച പുരുഷ കായിക താരം, ലോകത്തെ മികച്ച മെസ്സിക്ക് 2 പേർക്കാണ് ആ പുരസ്കാരം ലഭിച്ചത്. 2 പേരുടെ പങ്കിടുകയായിരുന്നു. വിരാട് കോഹ്ലി, മെസ്സി ആണ് അതിലൊന്ന്. അടുത്ത ആൾ ആരാണെന്നാണ് ചോദ്യം. വിരാട് കോഹ്ലിക്കായിരിക്കും. കോഹ്ലി, വിരാട് കോഹ്ലി, കെയ്ൻ വില്യംസൺ, കെയ്ൻ വില്യംസൺ, ലൂയിസ് ഹാമിൽട്ടൺ, ക്രിസ്ത്യാനോ റൊണാൾഡോ, നൊവാക് ജോക്കോവിച്ച്. പേരങ്ങനെ കേട്ടില്ല. നൊവാക്. സമയ പ്രശ്നമുണ്ട്. മാത്രമല്ല താങ്കൾ ശ്രദ്ധിച്ചു പറയണം, കാര്യം തെറ്റിയാൽ 2 ലക്ഷമായി പോകും. നമ്മൾ ഇത്രയും കാര്യം കളിച്ചതെല്ലാം വെള്ളത്തിലായി പോകും. പിന്മാറിയാൽ 10 ലക്ഷം. ഇനി ഒരു മണി ഷെയർ എന്നൊരു പരിപാടിയുണ്ട്. അതായത് താങ്കൾക്ക് 2 ഉത്തരം എടുക്കാം. അതിൽ ഈ മണി ഷെയർ ചെയ്ത് വെക്കാം. 25 ലക്ഷം ഷെയർ ചെയ്ത് വെക്കാം. ഷെയർ ചെയ്ത് വെച്ച് അതിൽ ഏതെങ്കിലും ഉത്തരം ശരിയാകുന്ന ഉത്തരം, ഈ 2 ഉത്തരത്തിൽ ശരിയായ ഉത്തരത്തിൽ വയ്ക്കുന്ന പൈസ മുഴുവൻ എടുത്ത് താങ്കൾക്ക് രാമനാട്ടുകരയിലേക്ക് മടങ്ങാം. കളി അവിടെ അവസാനിക്കും. പക്ഷേ തെറ്റിയാൽ ആദ്യത്തെ 2 ലക്ഷം മാത്രമേ, പിന്മാറിയാൽ 10 ലക്ഷം. അപ്പോ കറക്കി കുത്താൻ ശ്രമിക്കരുത്. നൊവാക് ജോക്കോവിച്ച്, സമയം. വിരാട് കോഹ്ലി. തെറ്റിയാൽ 2 ലക്ഷമാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആലോചിച്ച് തീരുമാനമെടുക്കണം. വളരെ നിർണായകമായ തീരുമാനമാണ് താങ്കളുടെ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉറപ്പാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാൻ ക്വിറ്റ് ചെയ്യാം സാർ. ക്വിറ്റ് ചെയ്യാം. താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂട്ടാമല്ലോ? അത് കൂട്ടി. താങ്കൾ മത്സരത്തിൽ പിന്മാറി. ഇനി ഒരു ഉത്തരം പറയും. ഇനി ഒരു ഉത്തരം തന്നെ. 10 ലക്ഷം രൂപ കയ്യിലുണ്ട്. ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു ശരി ഉത്തരം. ഓക്കെ, ബ്രിട്ടീഷുകാരനായ ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു ലോറസ് അവാർഡ് പങ്കിട്ടത്. നല്ല തുടക്കമാണ് താങ്കളുടെ കാര്യത്തിൽ. അപ്പൊ പ്രിയ, കൺഗ്രാജുലേഷൻ. അപ്പൊ 10 ലക്ഷം രൂപ കയ്യിലുണ്ട്. മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞോണം കേട്ടോ. അപ്പൊ നമുക്ക് താഴത്ത് പോയിട്ട് സമ്മാനമൊക്കെ വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ കുട്ടേട്ടാ താങ്ക് യു. 10 ലക്ഷം രൂപ. ഓക്കെ, ലെവൽ 1 പ്ലീസ്. ലെവൽ 1. മൈറ്റി ഫ്ലവേഴ്സ് 1 കോടിയിൽ ആദ്യമായി 10 ലക്ഷം രൂപ നേടിയ വനിത താങ്കളാണ്. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ്.
താങ്ക് യു. പലപ്പോഴും തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ വളരെ അത്ഭുതകരമായി താങ്കൾ തെന്നി മാറി. അതെ അതെ സർ. അപ്പൊ അത് വളരെ സന്തോഷമാണ്. താങ്ക് യു സർ. അപ്പൊ ഞാൻ ആ ചെക്ക് ഒപ്പിട്ടിട്ട് ഒരു നല്ല കാര്യം പറയാം, അത് നമുക്ക് അങ്ങോട്ട് ഒന്ന് പറയാം. ഓക്കെ സർ. ഓക്കെ, വരൂ. ഞാനേ പറഞ്ഞു നമ്മൾ ഈ മത്സരം കഴിയുമ്പോൾ ഞാൻ ടീച്ചറിന് ഈ ഡാൻസ് പഠിക്കുമോ എന്നുള്ളത്. ഞാൻ പഠിക്കുന്നില്ല കേട്ടോ. കാര്യം എന്താ അറിയോ, എനിക്ക് മനസ്സിലായി ടീച്ചറിന് ഡാൻസ് അറിയാം. അപ്പൊ അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയി വേണ്ടാത്ത പഠിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇനി പിന്നെ ടീച്ചർ ഒരു കാര്യം കളിക്കുക, അത് ഇത് വാങ്ങിച്ചിട്ട് മതി. അതായത് നമ്മുടെ റോബോട്ട് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം. അപ്പോ 10 ലക്ഷം രൂപയുടെ ചെക്ക്, മൈജി നൽകുന്ന ചെക്ക്, മൈജിയുടെ 10 ലക്ഷം, 10 lakh. എന്റെ ഗൗരീശങ്കരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ മിസ്സസ് പ്രിയ വിജേഷ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. ഇനി ടീച്ചറെ ഒരു അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷൂടെ പഠിക്കണമെങ്കിൽ കെൻമി ഓൺലൈൻ ഇംഗ്ലീഷിന്റെ അഡ്മിഷൻ വൗച്ചറുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഏറ്റവും സുതാര്യമായ കളി, അതായത് നമ്മുടെ റോബോട്ട് വരുന്ന വഴി പശ്ചാത്തലത്തിൽ റോബോട്ട് ഉണ്ടാവും. നന്നായി, ഒരു വ്യത്യാസമേ ഉള്ളൂ, അത് റോബോട്ട്, ഇത് മനുഷ്യൻ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇത് വെച്ചോളൂ. അപ്പൊ പ്രിയ, പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്കൾക്ക് വലിയൊരു ഭാവി ബാക്കി കിടക്കുന്നു. അപ്പൊ ജീവിതത്തിന്റെ വലിയ വിജയത്തിന്റെ വഴിയിൽ താങ്കൾ ഇനിയും സഞ്ചരിക്കൂ. ലക്ഷങ്ങൾ താങ്കൾക്ക് പിന്നാലെ ഉണ്ടാകും, കുട്ടികളായിട്ടും പണമായിട്ടും. ഇതാ വഴി. താങ്ക് യു സർ. നമുക്കെപ്പോഴും തീപ്പൊള്ളൽ ഉണ്ടാക്കുന്ന ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അതൊക്കെ മാറ്റിമറിച്ചെന്ന് വരും. വലിയൊരു കരുത്തായി അത് രൂപാന്തരം പ്രാപിച്ചു എന്ന് വരും നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു കഥയാണ് പ്രിയ വിജേഷിന് നമ്മോട് പറയാനുണ്ടായിരുന്നത്. ഇന്ന് മത്സരം ഇവിടെ അവസാനിക്കുന്നു. ചോദ്യപുസ്തകം ഞാൻ അടയ്ക്കുന്നില്ല. ഗുഡ് ബൈ.